ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നമ്മുടെ കിളിക്കുഞ്ഞിന്റെ അടുത്ത് ഞാൻ കുറച്ച് ഫുഡൊക്കെ കൊടുക്കാൻ വേണ്ടി വന്നാട്ടോ. രാവിലെ നമ്മൾ കുറച്ച് വൈകി നട്ടിട്ടുണ്ട്. ഇത് ഇവിടെ കിടന്ന് ഭയങ്കര വിളിയും നിലവിളിയായിരിക്കും കേട്ടോ. ഒന്ന് വായോ അമ്മ വായോ എന്ന് പറഞ്ഞ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ഒരു സന്തോഷമൊക്കെ കാണണം കേട്ടോ. ഭയങ്കര പ്രകടനമാണ്. മിക്ക ദിവസം നമുക്ക് ഇങ്ങനെ പുറത്തൊക്കെ പോകേണ്ടി വരുന്നുണ്ട് ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അശുകൊച്ചി അവിടെ പോയാലും നല്ല തട്ട് ഒരു ഹെൽത്ത് കോൺഷ്യസ് ഒന്നും അല്ല കേട്ടോ. അങ്ങനെയാണ്. ഞാൻ പക്ഷെ സ്ട്രിക്റ്റ് ഡയറ്റ് ആയതുകൊണ്ട് കുറച്ച് ശ്രദ്ധിച്ച് അളവൊക്കെ കുറച്ച് എല്ലാം കഴിക്കും, ടേസ്റ്റ് ഒക്കെ ചെയ്യും. നമുക്ക് കൊതി സഹിക്കാൻ പറ്റത്തില്ല, പക്ഷെ നമ്മള് അളവൊക്കെ കുറച്ച് ശ്രദ്ധിച്ച് ആ ഒരു രീതിയിലാണ് ഞാൻ കഴിക്കുന്നത് കേട്ടോ. ഇതും അതുപോലെ നമ്മൾ പുറത്ത് ഓരോരോ ആവശ്യങ്ങൾക്ക് വേണ്ടി വന്നിട്ട് തിരിച്ചു പോകുന്ന വഴി ഫുഡൊക്കെ കഴിച്ചാണ്. അന്നത്തെ ദിവസം ജോലികളെല്ലാം കഴിഞ്ഞ് റിലാക്സ് ആയിട്ട് രാത്രി ഞാനിങ്ങനെ ഫയർ ക്രാക്കിന്റെ ഈ വീഡിയോസ് ഒക്കെ ഇട്ട് റിലാക്സ് ആയിട്ട് മൊബൈലൊക്കെ നോക്കി അങ്ങനെ ഇരിക്കുന്ന സമയം എന്റെ മിലോ കുഞ്ഞിതാ ഇതുപോലെ വന്നിട്ട് അത് നമ്മൾ ചുറ്റിപ്പറ്റി അതിന്റെ ജീവിതം കേട്ടോ. എന്നാലും അത് സ്വസ്ഥമായിട്ട് ഇരിക്കത്തില്ല കേട്ടോ. അതിനെല്ലായിടത്തോടെ കയറണം, ഇങ്ങനെ ഓടണം, കാണണം, എല്ലാം അറിയണം. അങ്ങനെയൊക്കെയാണ് ചേട്ടന്റെ ഒരു സ്വഭാവം. എന്നിട്ട് എല്ലാം അതിൽ തട്ടി മറിച്ചിട്ട് ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സ്വസ്ഥമായിട്ട് ഇരിക്കും കേട്ടോ. പക്ഷെ നമുക്ക് ഇതിനെ വഴക്ക് പറയാനോ ഒന്നും തോന്നത്തില്ല. ഇതിന്റെ കളിയും ഇതിന്റെ കാര്യങ്ങളും ഒക്കെ കണ്ട് ആകാംക്ഷയോടെ ഇതാ ടിവിയിൽ ഇത് സ്കൂളിൽ വിട്ടപ്പോ ഇതിനെ ബോധം വന്നിട്ടില്ല. എന്നിട്ട് അതെല്ലാം പിടിക്കാൻ വേണ്ടിയിട്ട് മാന്തുക, എന്നിട്ട് അതെല്ലാം ഓഫാക്കി കളയും. ഇത് സ്ഥിരം ഇതാണ് കേട്ടോ, പരിപാടിയാണ് കേട്ടോ. നമ്മള് ഹാളിൽ ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നമ്മളിപ്പോ പാക്കിങ് തുടങ്ങുവാണ്. ഒത്തിരി സാധനങ്ങൾ എല്ലാവരും മേടിക്കുന്നുണ്ട് കേട്ടോ. നമ്മള് കുറച്ചിങ്ങനെ ലേഡീസിന് പറ്റുന്ന സ്ലൈഡുകൾ, ഇപ്പൊ ഞാൻ കുത്തിയേക്കുന്ന സ്ലൈഡ് ഉണ്ടോ, അങ്ങനത്തെ സ്ലൈഡുകള്, കമ്മലുകള്, നല്ല കുറെ നെക്ലേസുകളുണ്ട്, ഭംഗിയുള്ള നെക്ലേസുകൾ, സാരിക്കൊക്കെ ഇടാൻ പറ്റുന്നത്. അപ്പൊ അത് എനിക്ക് ഫോട്ടോ എടുത്ത് ഇടാൻ പറ്റിയില്ല. ഇന്ന് വൈകുന്നേരം ഞാൻ അതിന്റെ ഫോട്ടോ എടുത്ത് ഇടാമെന്ന് ഓർക്കുവാണ്. പിന്നെ ഞാൻ മുടിയിൽ കെട്ടാൻ അല്ലെങ്കിൽ നമുക്ക് കയ്യിലിടാൻ പറ്റുന്നതെന്ന് പറഞ്ഞിട്ട് ചെറിയ ബാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ എല്ലാവരും മേടിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് മുടിയിൽ കെട്ടാൻ പറ്റുന്ന നല്ല സ്റ്റാൻഡേർഡ് ഉള്ള ഒരു മുത്തും കൂടി ഉണ്ട് അതിന്റെ കൂടെ, കറുത്ത മുത്ത്. പക്ഷെ നല്ല സ്റ്റാൻഡേർഡ് ഉണ്ട് താനും. അത് നമുക്ക് ലേഡീസിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു തരം ബക്കിൾ എന്നല്ലേ എന്ന് പറയുന്ന മുടിയിലിടുന്ന സാധനം. നമ്മൾ പുഴു എന്നൊക്കെ പറയും നമ്മള് ലോക്കലായിട്ടല്ലേ. അപ്പൊ അങ്ങനത്തെ ബക്കിളും കൂടി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചുതരാം. ഞാൻ എന്റെ മുടിയിൽ ഇട്ടിട്ടുണ്ട്, ഞാൻ കാണിച്ചുതരാം. പിന്നെ അതുപോലത്തെ നമ്മൾ സെയിലിന് ഇട്ടിട്ടുണ്ട്. നല്ല സ്റ്റാൻഡേർഡ് ഉള്ള സാധനമായിട്ട് എനിക്ക് തോന്നി. നമുക്ക് സാരിക്കാണെങ്കിലും ചുരിദാറിനൊക്കെ മുടിയിലിടാൻ അതും എല്ലാവരും മേടിക്കുന്നുണ്ട്. ഞാൻ കാറ്റലോഗിൽ ഇട്ടിട്ടുണ്ട്. ഈ സാധനം കണ്ടോ, ഇത് നല്ല രസമുണ്ട്. നല്ല ഒരു സ്റ്റാൻഡേർഡ് ഉള്ള ഒരു കറുപ്പും വെള്ളയും കൂടി ഒരു ഡിസൈൻ, ബ്ലാക്ക് ആൻഡ് വൈറ്റ്. എന്നിട്ട് അത് പിന്നെ ഒരു മുത്തും കൂടിയുണ്ട്. സാധനങ്ങളൊക്കെ നമ്മളിപ്പോ സെയിൽ ഇട്ടിട്ടുണ്ട്. ഇനി പിന്നെ ഉള്ളത് നല്ല ഈ താമര നെക്ലേസ് ഇപ്പൊ ഭയങ്കര ഒരു ട്രെൻഡിങ് അല്ലേ. അപ്പൊ അത് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. പിങ്ക് ഉണ്ട്, റെഡ് ഉണ്ട്, പിന്നെ നമുക്ക് പച്ചയുണ്ട്. അങ്ങനെ അപ്പൊ പച്ചയും പിന്നെ പിങ്കും, പച്ചയും റെഡും ഒക്കെ നല്ല രസമാണ്. ഒരു പിങ്കിഷ് റെഡ് അങ്ങനത്തെ, അതൊക്കെ നല്ല രസമാണ്. നമുക്കൊരു സാരി സെറ്റ് സാരിയുടെ കൂടെ ആണെങ്കിലും അല്ലെങ്കിൽ അല്ലാതെ നമുക്ക് സാധാരണ സാരികളുടെ കൂടെ ഒക്കെ ആണെങ്കിൽ. പിന്നെ കുറച്ച് നല്ല ഭംഗിയുള്ള നെക്ലേസുകളും ഞങ്ങളുണ്ട്. സാരിയാണ് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ എനിക്ക് സമയം കിട്ടിയില്ല. സാരിയൊക്കെ എടുത്ത് അതൊന്ന് ഇടണം എന്നൊക്കെ ഓർത്തു. പിന്നെ സാരി നമ്മൾ സെയിലിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതും എനിക്ക് വീഡിയോയിൽ ഇടാൻ സമയം കിട്ടിയില്ല. എടുക്കാൻ കുറച്ചൊക്കെ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നാലും ഒന്ന് കംപ്ലീറ്റ് ആക്കിയിട്ട് വേണം അതൊരു വീഡിയോ ആയിട്ട് എനിക്ക് എഡിറ്റ് ചെയ്തിടാൻ വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ നല്ല ഞാനിപ്പോ ഇട്ടേക്കുന്ന പോലത്തെ, ഇപ്പൊ ഞാൻ കോഡ് സെറ്റ് ഇട്ടേക്കണം. ചുരിദാറായിട്ടും കൂട്ടാം, ഒരു കോഡ് സെറ്റ് ആയിട്ടും കൂട്ടാം. അപ്പൊ ഇതിനിട്ടേക്കുന്ന നല്ല ജിമിക്കി കമ്മലാണിത്, നല്ല ഭംഗിയുള്ള. അപ്പൊ ഇത്തരത്തില് ജിമിക്കി കമ്മലുകളും അതിങ്ങനെ ഒരുമാതിരി ലോക്കൽ ലുക്ക് ഉള്ളതല്ല ഞാൻ എല്ലാം ഇടുന്നത്. എനിക്ക് കാണുമ്പോൾ ഭയങ്കര ഇഷ്ടം തോന്നുന്നത്. നല്ലൊരു ക്ലാസി ലുക്ക് ഉണ്ട്, സ്റ്റാൻഡേർഡ് ഉണ്ട്. നമുക്ക് ഏത് ഡ്രസ്സിന്റെ കൂടെ മാച്ചായി പോകുമെന്ന് തോന്നുന്നതാണ് ഞാൻ സെലക്ട് ചെയ്തിട്ട് നമ്മൾ അത് ബൾക്കായിട്ട് ഓർഡർ കൊടുത്തിട്ട് നമ്മൾ സെയിലിന് ഇടുന്നത് കേട്ടോ. അപ്പൊ അങ്ങനത്തെ കുറച്ച് ജിമിക്കി കമ്മലുകളുണ്ട്. അപ്പൊ ഇതൊക്കെ ആവശ്യമുള്ളവര് നേരെ കാറ്റലോഗിലേക്ക് കയറി നോക്കിക്കോളൂ കേട്ടോ. അപ്പൊ ഇന്നും ഷോപ്പിങ്ങിന് പോകണം. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഷോപ്പിംഗ് ഒക്കെ ഉള്ള ദിവസം ഞാൻ ഓർക്കും എന്നാൽ രാവിലെ തന്നെ അത്യാവശ്യം നല്ല ഡ്രസ്സും എടുത്തിടാം. പിന്നെ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാം. ആ കൂടെ അത് കഴിയുമ്പോൾ അങ്ങ് എടുത്തിട്ട് പോവുകയും ചെയ്യാലോ. അങ്ങനെ ഓർത്തിട്ടാണ് ഞാനിങ്ങനെ. അപ്പൊ ഞാൻ അതിൽ 1-2 സാധനമൊക്കെ നിങ്ങളെ ആ കൂടെ എനിക്ക് കാണിക്കുകയും ചെയ്യാലോ. ഇപ്പൊ ഞാൻ ഇട്ടേക്കണ ഈ ജിമിക്ക് കമ്മല് നല്ല ഭംഗിയുള്ള കമ്മലാണ്. സാരിന്റെ കൂടെയും ഇങ്ങനത്തെ ചുരിദാർ കോട്ട്സെറ്റിന്റെ കൂടെ ഒക്കെ നമുക്ക് ഇടാവുന്ന ഫുൾ ബോട്ടം ബ്ലൗസിന്റെ ഒക്കെ കൂടെ അടിപൊളിയായിട്ടിരിക്കും. മുടിയൊക്കെ കഴിച്ചിട്ട് ഒരു മുല്ലപ്പൂവും കൂടി വെച്ചിട്ടുണ്ടെങ്കിൽ ആരും നോക്കി നോവും. അത്രയും ഭംഗിയുള്ള നല്ല ജിമിക്കി കമ്മലുകളാണ് കൊണ്ടുവന്നത്. റെഡും ബ്ലാക്കും, ആ ബ്ലാക്ക് മെറ്റലിന്റെ കൂടെ ആ റെഡും കൂടി വരുമ്പോൾ ഒരു രക്ഷയില്ലാത്ത ഭംഗിയാണ്. അങ്ങനെ അപ്പൊ അതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനത്തെയൊക്കെ. പിന്നെന്താ വിശേഷം കൂട്ടുകാരെ? ഇതൊക്കെ തന്നെ. പിന്നെ ക്ലീനിങ് ഭയങ്കര പ്രധാനമാണ്. നമ്മുടെ വീട്ടിനൊരു പോസിറ്റിവിറ്റി കിട്ടണമെങ്കിൽ, നമുക്ക് സ്വയം നമ്മുടെ മനസ്സിന് സന്തോഷം കിട്ടണമെങ്കിൽ, പിന്നെ അതിലൊക്കെ ഉപരി നമുക്ക് 4 തരം ഹോർമോൺ ഉണ്ട് നമ്മുടെ ശരീരത്തിൽ ഡെയിലി ഉണ്ടാവേണ്ടത്. അതില് പിന്നെ ഒരു ഹോർമോൺ ഉണ്ടാകുന്നത് നമ്മളിങ്ങനെ ജോലികൾ ചെയ്യുമ്പോഴാണ്. ജോലികൾ ചെയ്തിട്ട്
ഓരോ ടാസ്ക് ആയിട്ട് ഇത് എടുക്കുകയാണെങ്കിൽ ഓരോ ടാസ്ക് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം കിട്ടും. അങ്ങനെ ആ ഹോർമോൺ നമ്മുടെ അതായത് ന്യൂറോ കെമിക്കൽസ് ആണ് ഈ നമ്മുടെ ശരീരത്തിലെ ഹോർമോൺ എന്ന് പറയുന്നത്. അപ്പൊ അത്രയും ന്യൂറോ കെമിക്കൽസ് നമ്മുടെ ശരീരത്തിലേക്ക് ഉത്പാദിപ്പിക്കും. അപ്പൊ അത് നമ്മുടെ സെല്ലുകളുടെ ഇതിനും നമ്മുടെ ബാക്കി ഓവറോൾ ഹെൽത്തിനും മെന്റൽ ഹെൽത്തിനും ഒക്കെ പ്രയോജനം ചെയ്യും. അപ്പൊ നമുക്ക് ഇങ്ങനത്തെ ഹോർമോണുകൾ സ്ഥിരമായിട്ട് നല്ല 4 തരം ഹോർമോണുകൾ സ്ഥിരമായിട്ട് ഉണ്ടാവുകയാണെങ്കിൽ പിന്നെ നമ്മുടെ സെല്ലുകളൊക്കെ അടിപൊളിയായിട്ടിരിക്കും. നമുക്ക് ഭയങ്കര എങ്ങൊത്തം വരും, സൗന്ദര്യം കൂടി വരും, പ്രസരിപ്പ് കൂടും, സന്തോഷം കൂടും. അങ്ങനെ എന്തുണ്ടായിട്ട് നമ്മുടെ മനസ്സിൽ സന്തോഷം ഇല്ലെങ്കിൽ തീർന്നില്ലേ? കുറേ പണമുണ്ട്, കുറേ സൗകര്യങ്ങളുണ്ട്, വലിയ കാറുണ്ട്, ഭയങ്കര വലിയ വീടുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അതിലൊന്നും നമുക്ക് കുറേ ഫുഡുണ്ട്, അതിലൊന്നും നമുക്ക് സന്തോഷം കിട്ടത്തില്ല. നമുക്ക് സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന്റെ ഒരു ചിന്തകളാണ്. അങ്ങനത്തെ നമ്മുടെ ശരീരം ഓക്കെ ആണെങ്കിലാണ്, നമ്മുടെ ഹോർമോൺ ഓക്കെയാണ്, നമ്മുടെ മനസ്സ് ഓക്കെയാണ്, നമ്മൾ സ്റ്റേബിൾ ആണെങ്കിലാണ് നമുക്ക് സന്തോഷം വരത്തുള്ളൂ. ഇല്ലെങ്കിൽ എന്തുണ്ടായിട്ടും കാര്യമില്ല, നമ്മൾ ഡേ ബൈ ഡേ മരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അങ്ങനെ കിടന്നുറങ്ങുന്നതിലും കുറേ തിന്നുന്നതിലും ആദ്യം പിടിച്ചിരിക്കുന്നതിലും ഒരു രസവും ഇല്ല. അത് ആ 2 സ്റ്റേജ് മനസ്സിലാക്കിയവർക്ക് അത് പെട്ടെന്ന് മനസ്സിലാകും. എന്നെയൊക്കെ സംബന്ധിച്ച് കുറേ സങ്കടങ്ങളിലേക്കൂടെ പോയിട്ട് പിന്നെ സന്തോഷമുള്ളൊരു മനസ്സ് വരുമ്പോൾ എനിക്ക് ആ ഫീലിങ്സ് നന്നിട്ട് മനസ്സിലാവും. ഭയങ്കര ഡിപ്രഷന്റെ അറ്റത്തോട്ട് എത്തിയിട്ട് പിന്നെ നമ്മൾ തിരിച്ച് കരകയറി പോകുന്നു. പിന്നെ സന്തോഷമായിട്ട് ഇങ്ങനെ ഉള്ളത് കൊണ്ട് ഓണം പോലെ നമുക്ക് ചെയ്യാൻ പറ്റുമ്പോൾ അതിന്റെ വ്യത്യാസം നമുക്ക് മനസ്സിലാവും. അടിപൊളിയാണ് ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു മൂഡെന്ന് പറയുന്നത്, സന്തോഷമുള്ളത്. അപ്പൊ നമുക്ക് സൗന്ദര്യം കൂടും, പ്രായം കുറവ് തോന്നും, ചുളിവ് കുറയും, നമുക്ക് ജോലികൾ ചെയ്യാനുള്ള മോട്ടിവേഷൻ കിട്ടും, എല്ലാത്തിനോടും നമുക്കൊരു പോസിറ്റീവ് മൂഡ്, ഒരു ഹാപ്പി മൂഡ് വരും. അത് ഭയങ്കര രസം, നല്ല സുഖം അങ്ങനെ ജീവിക്കാൻ. അപ്പൊ അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ക്ലീനിങ് എന്ന് പറയുന്നത്. നമ്മൾ ലേഡീസ് അല്ലേ, അപ്പൊ നമ്മൾ ഓർക്കും പിന്നെ നമ്മൾ മാത്രം കിടന്ന് കഷ്ടപ്പെടുന്ന അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. നമ്മുടെ വീട്, നമ്മുടെ സെറ്റപ്പ്, നമ്മുടെ കാര്യങ്ങൾ, അപ്പൊ അത് നല്ല ഭംഗിയാക്കി വെക്കുക, ക്ലീൻ ആക്കി വെക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ഉത്തരവാദിത്വമായിട്ട് അങ്ങ് എടുത്തേക്ക്. ആരെന്ത് ചെയ്തോന്ന് നോക്കണ്ട. അതിൽ കൂടെ നമുക്ക് കുറെ നല്ല ഹോർമോൺ കിട്ടുമെങ്കിൽ, പോസിറ്റിവിറ്റി കിട്ടുമെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ അത് വേണ്ടാന്ന് നോക്കണേ. പ്ലസ് നമ്മൾ ജോലി ചെയ്ത കുറെ കാര്യങ്ങളുണ്ട്, നമ്മുടെ അൺവാണ്ടഡ് ആയിട്ടുള്ള ഫാറ്റ് ഒക്കെ ബേൺ ആവും, അതൊരു വശം. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഫാറ്റി ലിവർ ഉണ്ടാവത്തില്ല, വേണ്ടാത്ത ട്രൈഗ്ലിസറൈഡ് പോലത്തെ അങ്ങനത്തെ അതൊന്നും ഉണ്ടാവത്തില്ല. ജോലി ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ അവയവങ്ങൾ ഫിറ്റ് ആയിട്ട് നിന്നോളും, കിഡ്നി, ലിവർ, ഹാർട്ടൊക്കെ. അപ്പൊ അതൊരു വശം. പിന്നെ നമുക്ക് നല്ല ഫിറ്റ് ബോഡി കിട്ടും, അതൊരു വശം ജോലി ചെയ്യുന്നില്ല. പിന്നെ നമുക്ക് നല്ല ഹോർമോൺ ഉണ്ടാവും. ഈ 2 കാര്യങ്ങളുള്ളതുകൊണ്ട് ജോലി ചെയ്യാൻ മടിയൊന്നും വേണ്ട, അങ്ങ് ചെയ്യുക തന്നെ. അങ്ങനെ അറേഞ്ച് ചെയ്യുക, അതാണ് പ്രധാനം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ചിലവരെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എന്തുവാന്ന് നമുക്ക് തോന്നും. അതുപോലെ കൂമ്പാരമായിട്ട് എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. നമ്മുടെ പല വീടൊന്നും ഞാൻ പറയുന്നില്ല, അങ്ങനെ നമ്മൾ നിൽക്കേണ്ട ചില വീടുകളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ ഉള്ളിടത്ത് ചെല്ലുമ്പോൾ നമുക്ക് തന്നെ അറപ്പം, നമുക്ക് പോകാനേ തോന്നത്തില്ലാത്ത വിധത്തിൽ എല്ലാം കൂടി ഡംപ് ചെയ്ത് ഇങ്ങനെ ഹാളിലെ മേശപ്പുറത്ത് നിറച്ച് സാധനങ്ങൾ, എല്ലായിടത്തും സാധനങ്ങൾ, ഒരു വൃത്തിയില്ല, പൊടിയും പിടിച്ച് നമുക്ക് അവിടുത്തെ ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാൻ തോന്നത്തില്ല. അത്രയും വൃത്തിയില്ലാതെ കിടക്കുന്ന ചില വീടുകളും അന്തരീക്ഷങ്ങളും ഒക്കെ ഉണ്ട്. ചിലപ്പോൾ നമുക്ക് പോകേണ്ട, നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ചിലപ്പോൾ ബന്ധുക്കളായിരിക്കാം, സ്വന്തക്കാരായിരിക്കാം, അങ്ങനെയൊക്കെ. പക്ഷെ നമുക്ക് മനസ്സും എടുക്കും, പിന്നെ അങ്ങോട്ട് പോകാനേ നമുക്ക് തോന്നത്തില്ല. അങ്ങനെയുള്ള ചില സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ട്. അങ്ങനെ അപ്പൊ ഇതുപോലെ ആയിരിക്കും മറ്റുള്ളവർ നമ്മുടെ വീട്ടിൽ വരുമ്പോ ചിലപ്പോൾ പറയില്ല നേരിട്ട്, പക്ഷെ നമുക്ക് അറപ്പായിട്ടായിരിക്കും നമ്മൾ ഇറങ്ങി പോകുന്നത്. ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാൻ തോന്നാത്ത വിധത്തിൽ അങ്ങനെ. പിന്നെ നമ്മളൊരു ചിലപ്പോൾ പലരോടും അത് പറയുകയും ചെയ്യും, എന്റെ ദൈവം അങ്ങോട്ടൊന്നും പോകാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെയൊക്കെയുള്ള കുറെ സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പൊ അത് നമ്മൾ വരുത്തരുത്. അത്യാവശ്യം ഒരു നീറ്റാക്കി വൃത്തിയാക്കി നമുക്ക് ഇടും. അപ്പൊ നമ്മുടെ പാക്കിംഗ് നടക്കും. ആ പാക്കിങ്ങിൽ ഞാൻ പാക്ക് ചെയ്യുമ്പോൾ ഉള്ള സാധനങ്ങളൊക്കെ ശ്രദ്ധിച്ചോളൂ. ഇതൊക്കെ കുറെ പേര് ഓരോരുത്തരും മേടിക്കുന്നതാണ്. അങ്ങനെ കുറേ യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അത് നിങ്ങൾ മനസ്സിൽ നോട്ട് ചെയ്യുക. അതൊക്കെ ആവശ്യമുള്ളവർ നേരെ വാട്സ്ആപ്പ് കാറ്റലോഗിലേക്ക് വരിക. പിന്നെ ഇല്ലെങ്കിൽ എനിക്കൊരു ഹായ് വിടുക. വാട്സ്ആപ്പ് നമ്പർ ഇപ്പൊ കണ്ടല്ലോ സ്ക്രീനിൽ, അതിലേക്ക്. അങ്ങനെ എല്ലാവർക്കും ഇപ്പൊ ചെറിയ കുടിലാവട്ടെ, വലിയ കൊട്ടാരമാവട്ടെ, എന്തായിക്കോട്ടെ, അവനവന്റെ വീട് അവനവന്റെ സ്വർഗം. അത് വൃത്തിയായിട്ടിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര പോസിറ്റിവിറ്റി ആയിരിക്കും. ജോലികൾ ചെയ്യാൻ, ബാക്കി എല്ലാത്തിനും നമ്മുടെ മനസ്സിലൊരു സന്തോഷമായിരിക്കും. അങ്ങനെ സന്തോഷമായിട്ട് ഭക്ഷണം കഴിച്ച് നമ്മൾ കിടന്നുറങ്ങുമ്പോൾ നമുക്ക് ഭയങ്കര നമ്മുടെ ഏജേ കുറഞ്ഞു വരും. അങ്ങനെയാണ്. അപ്പം ജോലി ചെയ്യണം, ക്ലീൻ ആക്കണം, അത് പ്രധാനമാണ്. ആ കൂടെ പാക്കിങ് ശ്രദ്ധിച്ചോളൂ. അപ്പൊ ശരി, വായോ. ഇന്നത്തെ ആദ്യത്തെ പാക്കിങ് തന്നെ വത്സാമാത്തി എന്ന് പറയുന്നത് എന്റെ ഒരു കൂട്ടുകാരി ചേച്ചിയാണ് കേട്ടോ. ചേച്ചിക്ക് എന്തൊക്കെയാ ഉള്ളത് നമുക്ക് നോക്കാം. ചേച്ചി 2.5 കിലോ കോഫി ക്യൂബ്സ് ആണ് മേടിച്ചിരിക്കുന്നത്. ഔഷധ കാപ്പി പിള്ളേരെ എടുത്തോട്ട് പോകണം ഓസ്ട്രേലിയക്ക്, അപ്പൊ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എപ്പോഴും എന്നോട് മേടിക്കുന്ന. പിന്നെ വെട്ടിവർ റൂട്ട് പൗഡറും അതുപോലെ പ്ലെയിൻ ലിപ്പാമും. വെട്ടിവർ റൂട്ട് പൗഡർ എന്ന് പറയുന്ന ഒരു തരം നാച്ചുറൽ പൗഡർ ആണ് കേട്ടോ. ഒരു നുള്ള എടുത്തിട്ട്
ഒരു 3-4 ഡ്രോപ്പ് വെള്ളത്തിലേക്ക് ചാലിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമേസിങ് സുഗന്ധമാണ്. കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഒന്നെങ്കിൽ നമുക്ക് കഴുത്തേലോ അല്ലെങ്കിൽ ഡ്രസ്സിലോ അല്ലെങ്കിൽ കബോർഡ് തുറന്നു വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എടുത്ത് വെക്കുകയൊക്കെ ചെയ്താൽ ഡ്രസ്സിന് നല്ല സുഗന്ധം കിട്ടും. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമേസിങ് സുഗന്ധം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് നല്ല മണം. അതായത് നമുക്കിപ്പോ ഒരു ഡിപ്രഷനോ സ്ട്രെസ്സോ ടെൻഷനോ ഒക്കെ ഉള്ളപ്പോൾ ഇതിന്റെ ഒരു സ്മെല്ല് എടുക്കുകയാണെങ്കിൽ പോലും അത്രയ്ക്ക് നമുക്ക് അതൊരു ചേഞ്ച് വരും. കാരണം സൈക്കോളജിസ്റ്റുകളൊക്കെ പറയുന്നുണ്ട് നമുക്ക് ഇങ്ങനെ ഒരു പാനിക് അറ്റാക്ക് പോലെയൊക്കെ ഫിയർ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു 3-4 മെത്തേഡ് പറയുന്നുണ്ട്. അതിലൊരു രീതി എന്ന് പറയുന്നത് നമ്മൾ ആ സിറ്റുവേഷനിൽ നിന്ന് മാറിയിട്ട് നല്ല സ്മെല്ലുള്ള എന്തെങ്കിലും ഒന്ന് മണക്കുക എന്നൊക്കെ പറയും. അങ്ങനെ വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഇതിന്റെ ഒരു എഫക്ട് പറയുന്നതും ഡിപ്രഷനൊക്കെ കുറയ്ക്കുന്ന കേട്ടോ. അത്രയ്ക്കും ഡിവൈൻ സ്മെൽ ആയതുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത്. ഒരുപാടൊന്നും വേണ്ട, വളരെ കുറച്ച് മതി. ഒരു നുള്ള് കയ്യിലേക്ക് എടുക്കുക, കുറച്ച് വെള്ളത്തിൽ ചാലിക്കുക, 2-3 ഡ്രോപ്പ് വെള്ളം അത് മതി. എന്നിട്ട് ചാലിക്കുക. എന്നിട്ട് നമുക്ക് ഒന്നെങ്കിൽ സ്മെല് ചെയ്യുക, അല്ലെങ്കിൽ കഴുത്തേലോ ബോഡിയിലൊക്കെ തേക്കാം. അടിപൊളിയാണ്, അമേസിംഗ് ആണ്. എല്ലാവരും മേടിക്കുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് എന്നോട്. വെട്ടിവേർ റൂട്ട് പൗഡർ എന്നാണ് ഞാൻ ഇതിന് പേരിട്ടേക്കണേ. വളരെ കുറച്ചേ ഉള്ളൂ, വളരെ കുറച്ച് വിലയുള്ളൂ, വളരെ കുറച്ചേ ഉള്ളൂ. പക്ഷെ അത്രയും നല്ല സുഗന്ധമാണ്. ഒത്തിരി ഇപ്പൊ രാവിലെ നമ്മൾ തേച്ചാൽ വൈകുന്നേരം വരെ ആ മണം നമുക്ക് കിട്ടും. ഒന്ന് ജസ്റ്റ് പുറമേ തന്നെ മണത്ത് നോക്കിയാൽ തന്നെ അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഞാനൊരു ലിബാമും ഒരു ഈ വെട്ടിവേർ റൂട്ട് പൗഡറും അതിന്റെ കൂടെ ഇട്ടേക്കുന്നത്. അപ്പൊ നമുക്ക് ഇത് ആദ്യം ഒന്ന് പാക്ക് ചെയ്യാം. ഔഷധ കാപ്പി എല്ലാവരും മേടിക്കുന്നുണ്ട് കേട്ടോ. അതായത് പ്രമേഹമുള്ളവർ യൂസ് ചെയ്യേണ്ട, പ്രഗ്നന്റ് ലേഡീസ് യൂസ് ചെയ്യേണ്ട. പ്രഗ്നന്റ് ലേഡി യൂസ് ചെയ്യേണ്ടെന്ന് പറയുന്നത് ഇതിൽ 8 ആയുർവേദ മരുന്നുകൾ ചേർത്തേക്കുന്നുണ്ട്. അതിൽ നമ്മൾ കരിഞ്ചീരകമൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ കരിഞ്ചീരകമൊക്കെ യൂട്രൈൻ കൺട്രാക്ഷൻ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർ പ്രഗ്നന്റ് ലേഡീസ് ഉപയോഗിക്കേണ്ട. പിന്നെ പ്രമേഹമുള്ളവരും വേണ്ട. പ്രമേഹത്തിൽ തന്നെ ചിലപ്പോൾ ഡോക്ടർമാർ പറയും ഒരു നേരം കുറച്ച് ഷുഗർ ഇട്ട് ചായ കുടിച്ചോ എന്നൊക്കെ പറയുകയാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഇത് യൂസ് ചെയ്യാം. കോഫി ക്യൂബ്സ് ആണിത്. പനയുടെ ശർക്കരയും ബാക്കി 8 ആയുർവേദ മരുന്നുകളും ചേർത്ത് നമ്മൾ റെഡിയാക്കിയിരിക്കുന്ന കോഫി ക്യൂബ്സ് ആണ് കേട്ടോ. പനിയും ജലദോഷം വരുമ്പോഴല്ല എപ്പോൾ വേണേലും നമുക്ക് കഴിക്കാം. ഡെയിലി ഒരു ദിവസം ഒരു ഗ്ലാസ് നമുക്ക് കുടിക്കാം. ഒരു ക്യൂബ് ഇട്ടിട്ടുണ്ടെങ്കിൽ 2 ഗ്ലാസ് കോഫി ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ വേറെ ഒന്നും ചേർക്കണ്ട, കോഫി പൗഡർ ഒന്നും ചേർക്കണ്ട. എല്ലാ സാധനവും വളരെ ലിമിറ്റഡ് അളവിൽ നമ്മൾ അതിൽ ചേർത്തിട്ടുണ്ട്. അപ്പൊ അത് മനസ്സിൽ വെക്കുക കേട്ടോ. ഇതിലേക്ക് ബില്ലുണ്ടാക്കി ഇടണം ചേച്ചി പറഞ്ഞു. അത് റെഡിയാക്കിയിട്ടുണ്ട്, പാക്ക് ചെയ്യട്ടെ. അടുത്ത നമ്മുടെ കസ്റ്റമർ ആവശ്യപ്പെട്ടിരിക്കുന്ന ഗീ ആണ്. 1 കിലോ ഗീയും പ്ലെയിൻ ലിബാമും ആണ് കേട്ടോ. ഗീ എല്ലാവരും മേടിക്കുന്നുണ്ട്. ഇന്ന് നമ്മളൊരു 10 എണ്ണം ഒക്കെ പാക്ക് ചെയ്തിട്ടുണ്ട്. അത്രയും ഗീ എല്ലാവരും മേടിക്കുന്നുണ്ട്. അത്ര നല്ലതാണ് ഗീ കേട്ടോ. ഒറിജിനൽ ഗീ നമ്മൾ കഴിക്കണം. ഒരുപാടൊന്നും കഴിക്കേണ്ട. ഒരു 1/2 ടീസ്പൂണൊക്കെ ഒരു ദിവസം നമുക്ക് ഹെൽത്തിന് മതി. അത്രയൊക്കെ മതി. കുഞ്ഞുങ്ങൾക്ക് തീരെ പൊടി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണ്ട എന്നാണ് ആയുർവേദ ഡോക്ടർമാരൊക്കെ പറയുന്നത്. ഇപ്പൊ ഉണ്ടായി ഇമ്പ്രിക്ക കുഞ്ഞുങ്ങൾക്കൊന്നും. അല്ലാതെ ഒരു 3 വയസ്സ് 4 വയസ്സൊക്കെ മുതൽ നമുക്ക് ഗീ കുറച്ച് കൊടുത്തു തുടങ്ങാം. അപ്പൊ നമ്മൾ 1/2 സ്പൂൺ ഒഴിക്കുന്നുള്ളൂ, അവർക്കൊരു 1/4 ടീസ്പൂൺ താഴെ അത്രയും കുറച്ച് മാത്രം ഫുഡിൽ ആഡ് ചെയ്തിട്ട് കൊടുത്താൽ മതി. അങ്ങനെ ഗീ എല്ലാ ദിവസവും നമ്മൾ കുറച്ചെങ്കിലും കഴിക്കുന്നത് ഒത്തിരി നല്ലതാണ്. നമ്മുടെ സ്കിന്നിന്റെ ഇലാസ്റ്റിസിറ്റി ഒക്കെ നിലനിർത്താൻ, നമ്മുടെ ശരീരത്തിന് ഉണ്ടാകുന്ന പലതരം വൈറ്റമിൻസ് ഉണ്ട്. അപ്പൊ അതൊക്കെ ഉത്പാദിപ്പിക്കാൻ, വൈറ്റമിൻ ഡി ഉത്പാദിപ്പിക്കാൻ, വൈറ്റമിൻ ഡി എന്ന് പറയുന്ന ഒരു ഹോർമോണും കൂടിയാണ്. അപ്പൊ അതുപോലെ പിന്നെ ഉണ്ടാക്കാൻ, അങ്ങനെ കുറെ സംഗതികൾക്ക് നമുക്ക് ഗീ ആവശ്യമുണ്ട്. നല്ല കൊളസ്ട്രോൾ ഉണ്ടാക്കാൻ, അങ്ങനെയൊക്കെ. അപ്പൊ നല്ല കൊളസ്ട്രോൾ ഉണ്ടാക്കിയാലാണ് ചീത്ത കൊളസ്ട്രോൾ റിമൂവ് ആക്കാനും ശരീരത്തിലെ ടോക്സിൻസ് ഒക്കെ റിമൂവ് ആക്കാനും ഒക്കെ പറ്റത്തുള്ളൂ. അപ്പം എങ്ങനെയൊക്കെ നോക്കിയാലും ഗീക്ക് ഒത്തിരി ഉപകാരങ്ങളുണ്ട്. അതുകൊണ്ട് ഗീ കുറച്ചെങ്കിലും കഴിക്കുന്നത് നല്ലതായിരിക്കും. അടുത്ത നമ്മുടെ കസ്റ്റമർ ആവശ്യപ്പെട്ടിരിക്കുന്നത് കസ്തൂരി മഞ്ഞൾ 250 ഗ്രാം. പക്ഷെ 50 ഗ്രാമിന് ഇല്ല, നമുക്ക് തീർന്നു പോയി. അപ്പൊ ഞാൻ 300 ഗ്രാം വെക്കാൻ ഓർത്തു. ഇനി പാക്ക് ചെയ്യാനൊന്നും സമയമില്ല. അപ്പൊ അത് 3 പാക്കറ്റ് അത് ഞാൻ എടുക്കും. പിന്നെ വിമാക്സ് പിങ്ക് ലിബാം. അപ്പൊ നമുക്ക് ഇതൊന്ന് വേഗം പാക്ക് ചെയ്യാം. ഓൾറെഡി ഒത്തിരി പ്രൊഡക്റ്റ് ഞാൻ മഞ്ഞൾ റൂമിൽ വെച്ച് പാക്ക് ചെയ്തു കേട്ടോ. പിന്നെ കുറച്ച് ഞാൻ നിങ്ങളെ കാണിച്ചു തരാന്ന് ഓർത്തിട്ട് വെട്ടമൊക്കെ ഉള്ളത് ഹാളിലാണ്. അപ്പൊ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് കുറച്ച് ഷൂട്ട് ചെയ്യുന്നതാണ് കേട്ടോ. അടുത്ത നമ്മുടെ ഒരു കസ്റ്റമർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഗ്രീൻ ടീ, അതിന്റെ ഒരു പാക്കറ്റ്. പിന്നെ മില്ലറ്റ് മിക്സ്, അത് 1 kg ആണ്. 5 തരം മില്ലറ്റ്സ് മിക്സ് ചെയ്തേക്കുന്നതാണ് മില്ലറ്റ് മിക്സ്. അത് ഓക്കെ. പിന്നെ നമ്മുടെ ഹണി ഉണ്ട്. അതാ കാട്ടുതേനാണേ, അടിപൊളിയാണ് കേട്ടോ. യൂസ് ചെയ്യാം കേട്ടോ. ഓവറൊന്നും കഴിക്കേണ്ട, കുറച്ച് ഇതൊക്കെ യൂസ് ചെയ്താൽ മതി. പിന്നെ ഗീ, നമ്മുടെ നാടൻ ഗീ ആണ്. അതാ. അപ്പൊ ഇത്രയും നമുക്ക് പാക്ക് ചെയ്യാം. ഇത് എനിക്ക് ബട്ടർ പേപ്പർ പുതിയ സമയം കിട്ടിയില്ല. അപ്പൊ നമുക്കത് ഇങ്ങനത്തെ ഒരു കാർട്ടൂണിലേക്ക് കൂടി ആക്കിയിട്ട് ഒരു എക്സ്ട്രാ സേഫ്റ്റിക്ക് പിന്നെ നമുക്ക് മൊത്തത്തിൽ കാർട്ടൂണിലേക്ക് ആക്കിയിട്ട് വിടാം. വൈറ്റമിൻ എയുടെ നിറകുടമാണ് ഹണി. അതുകൊണ്ട് ഹണി ആണെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ വെച്ച് എവരിഡേ കഴിക്കുന്ന ഒത്തിരി നല്ല. 1/2 ടീസ്പൂണിൽ 1/4 ടീസ്പൂൺ ആണെങ്കിൽ കഴിച്ചാൽ മതി കേട്ടോ.
അടുത്ത നമ്മുടെ ഒരു കസ്റ്റമർ ആവശ്യപ്പെട്ടിരിക്കുന്ന പ്രൊഡക്റ്റുകൾ ഇതാ നമ്മുടെ പ്ലെയിൻ ലിപ് ബാം ആട്ടോ. 4 പ്ലെയിൻ ലിപ് ബാം ആവശ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ ബോഡി മോയ്സ്ചർ 2 ആവശ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഫേസ് വാഷ് പൗഡർ, പിന്നെ നമ്മുടെ വെറ്റിവർ റൂട്ട് പൗഡർ നേരത്തെ കാണിച്ചു കേട്ടോ. ഇപ്പൊ ഫേസ് വാഷിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ ഒത്തിരി ആയുർവേദ മരുന്നുകൾ ചേർത്തിട്ട് നമ്മൾ റെഡിയാക്കിയിരിക്കുന്ന കായത്തിന്റെ കുപ്പി പോലെയാണ്. ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. അതിന് നടുക്ക് ഒരു ഹോൾ ഇടാൻ പറ്റുന്ന ഒരു സ്ഥലം കൊടുത്തിട്ടുണ്ട്. കായത്തിന്റെ കുപ്പി നിങ്ങൾക്ക് അറിയില്ല, അത് തന്നെ. അപ്പം ഇതിനകത്തൊരു കമ്പിയോ എന്തെങ്കിലും പഴിപ്പിച്ചിട്ട് ഒന്ന് സൂക്ഷിക്കണം, കൈയൊന്നും പൊള്ളാതിരിക്കാൻ. എന്നിട്ട് അതുകൊണ്ട് ഒരു കുത്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിന്റെ തുള കിട്ടും. എന്നിട്ട് അത് റൊട്ടേറ്റ് ചെയ്ത് അടച്ചു വെക്കുക. ഈർപ്പ് അടിക്കരുത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ. അപ്പൊ കൈ നനയ്ക്കുന്നതിന് മുമ്പ്, മുഖം കഴുകുന്നതിന് കൈ നനയ്ക്കുന്നതിന് മുമ്പ് ഇതിൽ നിന്ന് കുറച്ച് റൊട്ടേറ്റ് ചെയ്ത് എടുത്തിട്ട് പിന്നെ അതിലേക്ക് ഒരു 3-4 ഡ്രോപ്പ് വെള്ളം ചാലിച്ചിട്ട് നേരെ അത് മുഖത്ത് തേക്കുക. ഇതിനൊരു സ്ക്രബിങ് എഫക്റ്റും കൂടി ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഡെഡ് സ്കിന്നൊക്കെ പോയി ഡേ ബൈ ഡേ മുഖത്തിന് നല്ല ഗ്ലോ ആകും, അടിപൊളിയായിട്ടിരിക്കും. പിന്നെ ഫുൾ ആയുർവേദ മരുന്നുകളായതുകൊണ്ട് ഒരു കെമിക്കൽ മുഖത്തിടുമ്പോൾ ഉള്ള ചുളുകളോ ചുക്കി ചുളുകളോ ഒന്നും വരുവില്ല. ഇച്ചിരി വെള്ളത്തിൽ ഒരു 4-5 ഡ്രോപ്പ് വെള്ളത്തിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് സ്ക്രബ് ചെയ്യുക. വേണമെങ്കിൽ കഴുത്തും അതുപോലെ തന്നെ നമുക്ക് സ്ക്രബ് ചെയ്യാം. ദിവസം ഭയങ്കര ഫോഴ്സ്ഫുള്ളി ഒന്നും സ്ക്രബ് ചെയ്യേണ്ട ആവശ്യമില്ല, ജെന്റിലായിട്ടോ, വളരെ ജെന്റിലായിട്ട് അങ്ങനെ. അപ്പൊ രാവിലെ വേണമെങ്കിൽ വൈകുന്നേരം അല്ലെങ്കിൽ ഒരു നേരം അങ്ങനെ നമുക്ക് സ്ക്രബ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ് കൂട്ടുകാരെ. നല്ല ഡെഡ് സ്കിന്നൊക്കെ മാറിയിട്ട് അടിപൊളിയായിട്ടിരിക്കും. എല്ലാം നാച്ചുറൽ ആയിട്ടുള്ള സംഗതികൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലതായിട്ട് ഗ്ലോ കൂടി നമ്മുടെ മുഖം നല്ല വൃത്തിയായിട്ടിരിക്കും, നമുക്ക് മനസ്സമാധാനം ഉണ്ടാവും. അതാണ് നമ്മുടെ ഈ ഒരു ഫേസ് വാഷ് പൗഡർ കേട്ടോ. ആവശ്യമുള്ളവർ വാട്സപ്പിലേക്ക് പോരെ മേടിച്ചോളൂ കേട്ടോ. അടുത്ത് നമ്മുടെ കസ്റ്റമർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ലിപ് ബാം റെഡ് ആണ് കേട്ടോ. റെഡും പിങ്കും ഉണ്ട് നമുക്ക്. പിന്നെ ബ്യൂട്ടി ഓയിൽ ആദ്യം ബബിൾ പേപ്പറിൽ പൊതിഞ്ഞിട്ടുണ്ട്. പിന്നെ ബോഡി മോയ്സ്ചർ. പിന്നെ ഈ ബോഡി മോയ്സ്ചർ നമുക്ക് രാത്രി മൂത്ത് തേച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ കഴുകിക്കളഞ്ഞാൽ മതി. ബ്യൂട്ടി ഓയിൽ അങ്ങനെ തന്നെ വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ ഫേസ് പാക്കും കസ്തൂരി മഞ്ഞളും മുഖത്തിട്ട് മാക്സിമം 15 മിനിറ്റ് അപ്പോഴത്തേക്കും കഴുകിക്കളയണം. ഓവർനൈറ്റ് ഒന്നും ഒരിക്കലും വിടരുത്, മുഖം എല്ലാം പൊട്ടിപ്പൊളിഞ്ഞു പോകും, സൂക്ഷിക്കണം കേട്ടോ. അപ്പൊ ഇത് നമുക്ക് നല്ല വൃത്തിയായിട്ട് പാക്ക് ചെയ്യാം. അടുത്ത നമ്മുടെ കസ്റ്റമർ ആവശ്യപ്പെട്ടിരിക്കുന്ന കസ്തൂരി മഞ്ഞളാണ് കേട്ടോ. കസ്തൂരി മഞ്ഞൾ 2 പാക്കറ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് വളരെ ഒറിജിനൽ ആയിട്ടുള്ള പുരാതന കാലം മുതൽ രാജകുമാരിമാര് മുതൽ എല്ലാവരും ബ്യൂട്ടി പർപ്പസിനോട് ഉപയോഗിച്ചിരുന്ന സാധനമാണ് ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ എന്ന് പറയുന്നത്. നല്ല ഗ്ലോ കൂടും, മുഖത്തിന്റെ പിഗ്മെന്റേഷൻ കുറയും, ഒത്തിരി നല്ലതാണ്, കുറച്ച് കളർ വെക്കും, അങ്ങനെയൊക്കെ പല പല പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇത് നല്ല വൃത്തിയായിട്ട് അങ്ങ് ഈർപ്പടിക്കാതെ സൂക്ഷിക്കുക എന്നുള്ളത് മാത്രം ചെയ്താൽ മതി, അടിപൊളിയാണ്. കസ്തൂരി മഞ്ഞൾ നമ്മൾ ബൾക്കായിട്ട് കൃഷി ചെയ്തിട്ട് അത് പറിച്ചുകൊണ്ട് വന്ന് വൃത്തിയാക്കി എടുത്തിട്ട് അത് നന്നായിട്ട് കഴുകും. 5-6 തവണ കഴുകണം. അതിന്റെ മണ്ണ് ചെളിയെല്ലാം കളഞ്ഞ് പിന്നെ നമുക്കിവിടെ മെഷീനുണ്ട്, മെഷീനിലിട്ട് നമ്മൾ പിന്നെ അരിഞ്ഞെടുക്കും. പിന്നെ നമ്മൾ ടാർപ്പായുടെ മുകളിലേക്ക് തുണി വിരിച്ചിട്ട് അതിന്റെ മുകളിലിട്ട് 3 ദിവസം ഉണങ്ങി എടുക്കും. എന്നിട്ട് ഇവിടെ നമുക്ക് പൊടിക്കണ മെഷീനുണ്ട്, അങ്ങനെ പാക്ക് ചെയ്യുന്നതാണ്. ഈ വർഷം നമ്മൾ കൃഷി ചെയ്തല്ല, ലാസ്റ്റ് ടൈം നമ്മൾ കൃഷി ചെയ്തത് ഉണങ്ങി എടുത്തു വെച്ചേക്കുന്നതാണ്. ആവശ്യത്തിന് നമ്മൾ പൊടിച്ച് പാക്ക് ചെയ്യും. ഒരു 6-7 വർഷം വരെ ഒരു കുഴപ്പമില്ലാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. അതേപോലെയുള്ളതാണ്. ഈർപ്പടിക്കാതെ മാത്രം ഇരുന്നിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പം വരില്ല, ഒരു കേടും വരില്ല. ആ രീതിയിലുള്ളതാണ്. ഇനി എന്റെ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള അളവേ ഉള്ളൂ. അപ്പൊ ആവശ്യമുള്ളവർ ആവശ്യത്തിന് മേടിച്ചു വെച്ചോളൂ. ഈ വർഷം നമ്മൾ കൃഷി ചെയ്യില്ല, ഇനി 1 വർഷം കൂടി കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ട്രിപ്പ് കൃഷി ചെയ്യും. ഈ നമ്മൾ കസ്തൂരി മഞ്ഞളുടെ പ്രോസസ്സ് പ്ലാൻ ഇല്ല, കാരണം നമുക്ക് വേറെ കുറെ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മേടിച്ചു വെച്ചോളൂ. ഇനി എന്റെ ലിമിറ്റഡ് അവിടെ ഒരു ഷെൽഫിൽ ഇരിക്കുന്ന ഒരു അത്യാവശ്യ സാധനമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മേടിച്ചു വെച്ചോളൂ. ഇപ്പൊ 1-2-3 പാക്കറ്റ് മേടിച്ചു വെച്ചെന്ന് ഒരു കുഴപ്പമില്ല, പൊട്ടിക്കണ്ട. ആവശ്യത്തിന് നമ്മൾ പൊട്ടിക്കുന്ന ഒരു പാക്കറ്റ് ഡപ്പയിലേക്ക് ഇട്ട് വെക്കുക. അത് ഫ്രിഡ്ജിൽ നിന്ന് വെക്കണ്ട, പുറത്ത് വെക്കുക, ആവശ്യത്തിന് ഉപയോഗിക്കാം. ഇത് തന്നെ ഇപ്പൊ ഒരു 3-3.5 മാസത്തേക്ക് ഉപയോഗിക്കാനുള്ളത്. ഇച്ചിരി എടുത്താൽ മതി. പാലോ പാൽപ്പൊടി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മീഡിയത്തിൽ മിക്സ് ചെയ്തിട്ട് മുഖത്ത് തേക്കുക. ഒരു ബ്രഷ് കൂടി ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലത്. നമ്മള് പിള്ളേരൊക്കെ പടം പരിച്ചിട്ട് പെയിന്റ് ഇരിക്കുന്ന ബ്രഷ് കൊണ്ട് ഇങ്ങനെ തൊട്ട് തേച്ചിട്ട് 10 മിനിറ്റ് 5 മിനിറ്റ് അങ്ങനെ ഇടുക. ഡ്രൈ ആയി കഴിയുമ്പോൾ പ്ലെയിൻ വാട്ടർ കൊണ്ട് കഴുകി കളയാം. ഒന്നോടെ തന്നെ നനച്ചു കൊടുക്കാം. അങ്ങനെ ഞാൻ ചെയ്യും. എന്നിട്ട് പിന്നെ കഴുകി കളയാം. അങ്ങനെയാണ്. അങ്ങനെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. ആഴ്ച 3-4 പ്രാവശ്യം ഉപയോഗിക്കാം. എല്ലാ ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ അപ്പൊ ഇത് ഒത്തിരി പേര് മേടിക്കുന്നുണ്ട്. അങ്ങനെ അപ്പം ആവശ്യമുള്ളവർ മേടിച്ചു വെച്ചോളൂ. അതാണ് ഞാൻ പറയുന്നത്. അത് ഏറ്റവും രസം, നമ്മളിത് തുടങ്ങി 3-3.5 വർഷം കണ്ടായി നമ്മൾ കസ്തൂരി പരിപാടി തുടങ്ങിയിട്ട്. ആ 3 വർഷം മുമ്പ് ഞാനൊരു വലിയ ഡപ്പയിലേക്ക് വലിയൊരു തൈരിന്റെ പാത്രത്തിലേക്ക് ഇതെങ്ങാൻ തീർന്നു പോയതെന്ന് പറഞ്ഞിട്ട് എല്ലാവരും പിടിച്ചു. ഒത്തിരി ഓർഡർ അത് ആ ഇടയ്ക്ക് നമുക്ക് വരും, ഭയങ്കര ഓർഡർ. അങ്ങനെ അപ്പൊ പിന്നെ നമുക്ക് അതിലേക്ക് ഓറ് ഞാൻ എടുത്തിട്ട് ഇവിടെ കിച്ചണിൽ വെച്ചിട്ടുണ്ട്, താഴത്തെ കബോർഡില്. അതാണ് സ്റ്റിൽ ഞാൻ ഉപയോഗിക്കുന്നത്. അതാണ് ഭയങ്കര രസം. ഒരു സ്പൂൺ ഇട്ടിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല. അത് തന്നെയാണ് ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അത് തീർന്നിട്ടില്ല, അത്ര ഞാൻ എടുത്ത് വെച്ചു. അങ്ങനെ അപ്പം അങ്ങനെ അതൊക്കെ നമ്മൾ ആവശ്യമുള്ളവർ മേടിച്ചു. പറയാൻ കാരണം മേടിച്ചു വെച്ച് നോക്കുന്നത് ചീത്തയായി പോകില്ല, അത് പറയാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഈ കസ്റ്റമർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ബ്യൂട്ടി ഓയില്, അതിത്, പിന്നെ പ്ലെയിൻ ലിപ് ബാം, അതൊക്കെ ലിപ്പിന്റെ കയറുന്ന,
പിന്നെ ഫേസ് പാക്ക്, ഇതെന്ന് വെച്ചാൽ രക്തശാലി ഫേസ് പാക്ക്. റെഡ് റൈസ് എന്ന് പറയുന്ന ഒരു റൈസും ബാക്കി ആയുർവേദ ഇൻഗ്രീഡിയൻസും ചേർത്തിട്ട് നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള ഒരു പൗഡറാണ് ഇത്. ഫേസിന് ഇടാൻ പറ്റുന്ന നല്ലൊരു പാക്ക്, അടിപൊളിയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് നാളെ ഒരു ഫംഗ്ഷൻ ഉണ്ട്, തലേദിവസം ഇതൊന്നും ഇട്ട് നോക്കിയാൽ മുഖത്തിൽ വരുന്ന ആ ഒരു ഇൻസ്റ്റന്റ് ആയിട്ട് വരുന്ന ഒരു ഗ്ലോയും ഒരു തെളിച്ചോ ഒക്കെ ഒരു നല്ലൊരു കളറും ഒക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നല്ല നല്ല സാധനമാണ്. കസ്റ്റമേഡ് യൂസ് ചെയ്യുമ്പോൾ തന്നെ ഇത് നമുക്ക് മാറി മാറി യൂസ് ചെയ്യാം. അടിപൊളി സാധനമാണ്. ഇത് എല്ലാവരും മേടിക്കുന്നുണ്ട്. രക്തശാലി ഫേസ് പാക്ക് എന്നാണ് ഇതിന്റെ ഒരു പേര്. രക്തശാലി റൈസ് എന്ന് പറയുന്നതാണ് റെഡ് റൈസ്. റെഡ് റൈസ് മാത്രമല്ല, ഇതിലൊരു 8ഓളം ആയുർവേദ മരുന്നുകൾ ഞാൻ ചേർത്തിട്ടുണ്ട്. അടുത്ത് നമ്മുടെ കസ്റ്റമർ ആവശ്യപ്പെട്ടിരിക്കുന്നത് അതാ നമ്മുടെ പിന്നെ കോഫി ക്യൂബ്സ് ഒരു പാക്കറ്റ് ഉണ്ട്. ഇത് നമ്മുടെ ഷാമ്പു ആണ്. ഷാമ്പു ആവശ്യപ്പെട്ടിട്ടുണ്ട്. രക്തശാലി ഫേസ് പാക്ക് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഫേസ് പാക്കും ഷാമ്പു കോഫി ക്യൂബ്സ് ആണ് ആവശ്യപ്പെട്ടിരുന്നത്. അത് നമുക്ക് പാക്ക് ചെയ്യാം. നല്ല വോളിയത്തിൽ ഞാൻ പാട്ട് വെക്കും കേട്ടോ. പഴയകാല പാട്ടുകളും ഒരേ ദിവസം ഒരേ മൂടായിരിക്കും. ചില ദിവസം ഹിന്ദി പാട്ട് കേൾക്കാനും, ചില ദിവസം മലയാളം ഓൾഡ്, ചില ദിവസം മലയാളം പുതിയത്, അങ്ങനെ ഓരോന്ന്, ചിലപ്പോൾ ഡിവോഷൻ സോങ്, അങ്ങനെ ഒരേ ദിവസം മൂഡ് അനുസരിച്ച് പാട്ട് ഉറക്കെ വെച്ചിട്ടുണ്ടാവും. അപ്പൊ നല്ല രസമാണ് അങ്ങനെ അങ്ങ് പാക്ക് ചെയ്യാൻ കേട്ടോ. മടുക്കും. അടുത്ത നമ്മുടെ കസ്റ്റമർ ആവശ്യപ്പെട്ടിരിക്കുന്ന പിങ്ക് ലിബാം, അതാ. പിന്നെ കസ്തൂരി മഞ്ഞൾ, ഞാൻ പറഞ്ഞ കസ്തൂരി മഞ്ഞൾ എല്ലാവരും മേടിക്കുന്നുണ്ട്. 400 ഗ്രാമും 500 ഗ്രാമും അങ്ങനെ മേടിക്കുന്നവരുണ്ട്. ഒരു പാക്കറ്റ് 2 പാക്കറ്റ് അങ്ങനെ മേടിക്കുന്നുണ്ട്. പിന്നെ ബ്യൂട്ടി ഓയിൽ, ബ്യൂട്ടി ഓയിൽ ആ ശേഷം എല്ലാവരും മേടിക്കുന്നുണ്ട്. അത്രയും നല്ല സാധനമാണല്ലോ. നമ്മുടെ എല്ലാ സാധനവും നല്ലതാണ് കേട്ടോ. എല്ലാം നാച്ചുറൽ ആയിട്ട് നമ്മൾ ഉണ്ടാക്കുന്നു, കൊടുക്കുന്നു, എല്ലാവർക്കും യൂസ്ഫുൾ ആണ്. പിന്നെ സൈഡ് എഫക്റ്റ് ഒന്നുമില്ല. അതുകൊണ്ടാണ് എല്ലാവരും അങ്ങനെ മേടിക്കുന്നതും ഉപയോഗിക്കുന്നതും. നമ്മൾ എന്തായാലും അകമേ കഴിക്കുന്ന മാത്രമല്ല, പുറമെ കുറച്ച് ലെയറുകൾ കൊടുക്കാം. അത് കെമിക്കൽ ഫ്രീ ആണെങ്കിൽ ഏറ്റവും നല്ലതല്ലേ. നമുക്കും ഒരു സന്തോഷം. നമ്മുടെ സ്കിന്നും ബോഡിയൊക്കെ നല്ലതായിട്ട് വരുമ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനത്തെ നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, പണ്ടത്തെ കാലത്തൊക്കെ ഒരു 40 വയസ്സ് അല്ലെങ്കിൽ ഒരു 50 വയസ്സുള്ളവർ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും അവരുടെ ഒരു രൂപവും ഭാവവും, പിന്നെ അവരുടെ ചുളിവുകള് ശരീരത്തിന്റെ, അത് കാണുമ്പോൾ തന്നെ അവരുടെ ഏജ് നമുക്ക് മനസ്സിലാവും. പക്ഷെ ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല. ഇന്നത്തെ കാലത്ത് നമുക്ക് ആരെയും മനസ്സിലാക്കി എടുക്കാൻ പറ്റത്തില്ല അവരുടെ ഏജ് എത്രയാന്നുള്ളത്. 30 ആണോ 40 ആണോ. ഇപ്പൊ 60-70 വയസ്സിൽ ഇരിക്കുന്നവർ നല്ല മിടുക്കികളായിട്ടൊരു 30-35 വയസ്സിൽ ഇരിക്കുന്ന അതേ ലുക്കാ. കാരണം അവരവരുടെ സൗന്ദര്യവും ബ്യൂട്ടിയും മെന്റൽ ഹെൽത്തും ഒരുപോലെ സംരക്ഷിക്കുന്നുണ്ട്. മെന്റൽ ഹെൽത്ത് വളരെ പ്രധാനമാണ് കേട്ടോ. കാരണം നമുക്കിപ്പോ ഒരാളോട്, ഉദാഹരണം പറഞ്ഞാൽ നമുക്കിപ്പോ ഒരാളോട് വല്ലാത്തൊരു വെറുപ്പുണ്ടെന്ന് നോക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അവരെ കുറിച്ച് എപ്പോഴും ആ വെറുപ്പ് നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവരുന്ന സമയത്തൊക്കെ നമ്മുടെ ബ്രെയിൻ ഒത്തിരി ന്യൂറോ കെമിക്കൽസ് നമ്മുടെ ശരീരത്തിലേക്ക് ഉത്പാദിപ്പിക്കുന്നുണ്ട്. അത് സെല്ലുകളിൽ എത്തിച്ചേരുമ്പോൾ വളരെ മോശമായിട്ട് നമുക്ക് ഏജ് ലുക്കിലേക്ക് നമ്മുടെ സെല്ലുകൾ പോകും. ബ്രെയിൻ അങ്ങനെയുള്ള സിഗ്നലാണ് കൊടുക്കുക. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് കുറെ ന്യൂറോ കെമിക്കൽസ് അങ്ങനത്തെ ബ്ലഡിലേക്ക് കലരും. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോർട്ടിസോൾ ലെവല്, നമ്മുടെ ഭയങ്കര സ്ട്രെസ് ഹോർമോൺ എന്ന് പറയുന്നത് അങ്ങനത്തെ ഹോർമോണുകൾ കുറെ ഉണ്ട്. അങ്ങനത്തെ ഹോർമോണുകൾ ഉയർത്തും. അങ്ങനത്തെ ഹോർമോൺ ഇതെല്ലാം, ഈ ഹോർമോൺ എന്ന് പറയുന്ന സംഭവം എന്താ, നമ്മുടെ ഓരോ സെല്ലിലേക്കും വേണ്ട സംഗതികൾ ചെയ്യാൻ വേണ്ടി നമ്മുടെ ബ്രെയിൻ ഏർപ്പെടുത്തിയിരിക്കുന്ന സെക്യൂരിറ്റി ഗാർഡുകൾ എന്ന് പറയാം. സിഗ്നൽ കൊണ്ട് കൊടുക്കുകയാണ്, ഇന്ന പണി ചെയ്യൂ അങ്ങനെ. അപ്പം ഈ ഒരു പിന്നെ ഫിയർ ഹോർമോണുകൾ അല്ലെങ്കിൽ കോർട്ടിസോൾ അല്ലെങ്കിൽ പിന്നെ ഈ വേണ്ടാത്ത ന്യൂറോ കെമിക്കൽസ് ആണെങ്കിൽ ഇതെല്ലാം സെല്ലുകളിലേക്ക് എത്തിപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആ സെല്ലിന് അവർക്ക് അവിടെ ആകെ ഒരു ഓൾട്ടറേഷൻ ആവും. എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ലെവല് കേട്ട പോലെ നമ്മളിപ്പം പിന്നെ കള്ളൊക്കെ കുടിച്ചിട്ട് അല്ലെങ്കിൽ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഫോഗായിട്ട് നടക്കത്തില്ല. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ സെല്ലുകൾ മാറും. അപ്പൊ അവർക്ക് അവരുടേതായ രീതിയിൽ പണിയെടുക്കാൻ പറ്റത്തില്ല. സെല്ലുകൾക്ക് കുറെ ധർമ്മങ്ങളുണ്ട്, അന്ന് ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട്. പാടായിട്ടുള്ളതിനൊക്കെ റിമൂവ് ആക്കി ശരീരത്തിലെ ടോക്സിൻസ് ഒക്കെ മാറ്റി എല്ലാം റിജനേറ്റ് ആയിട്ട് നമ്മുടെ നല്ല ചുളുവൊക്കെ മാറ്റി ഓരോ ധർമ്മങ്ങളും ചെയ്യണം. അതാണ് സെല്ലുകൾ. അപ്പൊ അവർക്ക് ആ പണി എടുക്കാൻ പറ്റില്ല. അവർക്ക് ആ ഫോഗാണ്, എന്തൊക്കെയോ ആണ്, കിഴുങ്ങി നടക്കുന്ന അവസ്ഥയിലേക്ക് എത്തും. ഈ ബാഡ് ന്യൂറോ കെമിക്കൽസ് നമ്മുടെ ശരീരത്തിൽ ബ്ലഡിൽ എത്തി ഓരോ സെല്ലിലേക്ക് എത്തും. അപ്പൊ ആലോചിക്കുക, വെരി സിമ്പിൾ ആണ്. നമ്മൾ സ്ട്രെസ് അടിക്കാം, അല്ലെങ്കിൽ പിന്നെ ഫിയർ, അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഫിയർ ഒരു ഇതൊന്നും അല്ല ഞാൻ പറയുന്നത്. എപ്പോഴും നമ്മൾ ഒരാളുടെ വെറുപ്പ്, ദേഷ്യം, അല്ലെങ്കിൽ നമുക്ക് ടെൻഷൻ, നമുക്ക് ഫാമിലി പ്രശ്നങ്ങൾ കൊണ്ടുള്ളതോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടുകാർ, വീട്ടുകാർ, അങ്ങനെയുള്ള ബന്ധുക്കൾ, ശത്രുക്കൾ കൊണ്ടുള്ള പ്രശ്നങ്ങളോ അങ്ങനെ ഇതൊന്നും നമ്മൾ ബാധിക്കാത്ത വിധത്തിലേക്ക് നമ്മൾ മെന്റലി സ്ട്രോങ് ആവുക എന്നുള്ളതാണ് നമ്മുടെ ഹെൽത്തും സൗന്ദര്യം സംരക്ഷിക്കാൻ ഏറ്റവും ബെസ്റ്റ്. എന്തോ ആരോ എന്തൊക്കെ കാട്ടിക്കൂട്ടിക്കോട്ടെ, നമ്മളെന്ന് പറയുന്നത് നമുക്കറിയാം. അപ്പൊ നമ്മൾ നമ്മുടെ സന്തോഷങ്ങളെ കണ്ടെത്തി സ്ട്രോങ് ആയിട്ടാണ് ജീവിക്കുക. അത്രയേ ഉള്ളൂ. നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ, നമുക്ക് ഹെൽത്ത് നോക്കണം, ബ്യൂട്ടി നോക്കണം, നമ്മുടെ ധർമ്മങ്ങൾ ചെയ്യണം, നമുക്ക് പണിയെടുക്കണം, പൈസ ഉണ്ടാക്കണം, പിന്നെ നല്ല നല്ല ഫുഡ് ഉണ്ടാക്കണം, കഴിക്കണം, വെട്ടിയിട്ട് അവരെ കിടന്നുറങ്ങണം. അതിന്റെ ഇടയ്ക്ക് നല്ലവര് നമ്മുടെ ചുറ്റുണ്ടെങ്കിൽ അവരെ നമ്മൾ കെയർ ചെയ്യണം. നല്ലവര് നമ്മുടെ ചുറ്റും നമുക്ക് കിട്ടപ്പെടുന്നുണ്ടെങ്കിൽ അവരോട് നമ്മൾ കൂട്ടുകൂടണം. നല്ല നല്ല ഫ്രണ്ട്ഷിപ്പുകൾ എപ്പോഴും നല്ലതാണ്.
ഇപ്പൊ നമുക്ക് നല്ലൊരു ചേച്ചിയുണ്ട്, ഒരു ചേച്ചിമാരെ പോലെ കുറച്ച് ചേച്ചിമാർ നമ്മുടെ കൂട്ടുകാരികളായിട്ടുണ്ട്, അല്ല അനിയത്തിമാരെ പോലെ കുറച്ച് പേരുണ്ട്. നമുക്കൊരു സങ്കടമൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു വിഷമമൊക്കെ തോന്നുമ്പോൾ നമുക്ക് പറയാലോ, അല്ലെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാലോ ജെന്യുവിൻ ആയിട്ടുള്ള ആൾക്കാരോട്. അത് ഭയങ്കര സമാധാനം കൊണ്ടുവരും. ഇപ്പൊ എനിക്ക് തന്നെ എത്രയോ പേര് എന്നെ ഒരു ചേച്ചിയായിട്ട് ഒരു അനിയത്തിയായിട്ട് അങ്ങനെ കണക്കാക്കിയിട്ട് എന്നോട് അവരുടെ ഫാമിലി പ്രശ്നങ്ങൾ കാര്യങ്ങൾ പറയുന്നതെന്നറിയോ. അത് എനിക്ക് കുറേ കാര്യങ്ങളോട് നമ്മൾ ചെയ്യാൻ പറ്റും. ഞാൻ മെന്റലി ഓക്കെ ആയ ദിവസങ്ങളിലൊക്കെ ഭയങ്കര സാധാരണ ചില ദിവസങ്ങളുണ്ടാവും എന്തെങ്കിലും പിന്നെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ദിവസം ഞാൻ ചത്തപോലെ കുറേ നേരം പോയി കിടക്കും, കുറേ നേരം ഞാൻ കരയും, അത് ചത്തപോലെ വെട്ടേ കുറേ നേരം കിടക്കും. അപ്പൊ തന്നെ നമ്മളിങ്ങനെ ചിന്തിക്കും. പിന്നെ കുറേ കാര്യം കഴിയുമ്പോൾ സങ്കടം കുറഞ്ഞു തന്നെ ഞാൻ ചിന്തിക്കും, ഞാൻ എന്തിനിങ്ങനെ ഇന്ന് കരയണം, അതിൻ്റെ ഒരാവശ്യമില്ല. നമ്മൾ ഈ കരയുന്ന സംഗതി ഒന്നും മാറാൻ പോകുന്നില്ല. അല്ലെങ്കിൽ നമ്മുടെ ചുറ്റും നമുക്ക് വേദന തരുന്നവരൊന്നും അത് അവരുടെ സ്വഭാവമാണ്, അവർ മാറത്തില്ല. അങ്ങനെ നമ്മളവിടെ സത്ത് കിടന്നിട്ട് കാര്യമില്ല, കരഞ്ഞുകൊണ്ടിരുന്നിട്ട് നമ്മുടെ ഹെൽത്ത് പോക്കിയിട്ട് എന്തായാലും ലൈഫ് മൂവ് ചെയ്യുക. എന്നാൽ പിന്നെ ബാക്കിയുള്ള സമയം കൂടി ടെൻഷൻ അടിച്ചാലോ ബ്യൂട്ടി ഹെൽത്ത് കളയണ്ട എനിക്ക്. അങ്ങനെ നമ്മൾ തന്നെ നമ്മളോട് പറയും. അങ്ങനെ ഒരേ പ്രശ്നങ്ങൾ ഉണ്ടാകാത്ത കാര്യം പറയുന്നത്. അപ്പം നമ്മൾ എണീറ്റിട്ട് നേരെ പോയിട്ട് നല്ല ചായയൊക്കെ വെച്ച് കുടിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും ഇച്ചിരി സ്വീറ്റ്സോ അങ്ങനെ എന്തെങ്കിലും പലഹാരങ്ങളുണ്ടെങ്കിൽ അതൊക്കെ എടുത്തുനിന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും നല്ലൊരു സാധനം കുക്ക് ചെയ്ത് നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കുക. ബാക്കി എന്തെല്ലാം കാര്യങ്ങൾ എടുക്കുന്നു, ചെടികളുണ്ട്, പെറ്റ്സ് ഉണ്ട്, ബാക്കിയുള്ള കാര്യങ്ങളുണ്ട്. നമുക്ക് 10 മെസ്സേജിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്രയും പ്രൊഡക്റ്റ് സെയിൽ ആവത്തില്ല. അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുക. ഇനി അങ്ങനെയുള്ള സമയത്താണ് നമുക്ക് പ്രിയപ്പെട്ടവരായിട്ട് കുറച്ച് ജെന്യുവൻ ആയിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര സങ്കടമാണ്, രാവിലെ ഒരു മനസ്സിനെന്തോ പോലെ ഒരു വിഷമം പോലെ അങ്ങനെ നമുക്ക് ഷെയർ ചെയ്യാം. അപ്പൊ അവർ ചോദിക്കും ജെന്യുവൻ ആയിട്ടുള്ളത് എന്നടാ എന്താ, അങ്ങനെ ചോദിക്കും. അപ്പൊ അവരോട് നമുക്ക് കാര്യങ്ങൾ പറയാം. അത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ ജെന്യുവൻ ആയിട്ടുള്ള നല്ല ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഓക്കെ എന്നതാ. പക്ഷെ ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്റെ അനുഭവത്തിൽ എന്ന് പറയാട്ടോ, പെണ്ണുങ്ങൾക്ക് എപ്പോഴും പെണ്ണുങ്ങൾ തന്നെയാണ് ഫ്രണ്ട്സ് നല്ല, ആണുങ്ങൾക്ക് എപ്പോഴും ആണുങ്ങൾ തന്നെയാണ് ഫ്രണ്ട്സ് അല്ല. അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഭയങ്കരമായിട്ട് എക്സ്പെക്ട് ചെയ്യും, പലതും എക്സ്പെക്ട് ചെയ്യും. നമുക്കതൊന്നും ഫുൾഫിൽ ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. ഇപ്പൊ പെണ്ണുങ്ങളാണെങ്കിലും ഇപ്പം ആണുങ്ങളോടൊക്കെ കൂട്ടുകൂടുന്നത് ചിലപ്പോൾ അവർക്ക് ഹസ്ബൻഡിൽ നിന്ന് കിട്ടാത്ത കെയർ സ്നേഹം കിട്ടാനായിരിക്കും, അല്ലെങ്കിൽ അവരെ കറക്കിക്കൊണ്ട് നടന്ന എന്തെങ്കിലും സെക്ഷൽ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് പണം പിടിക്കാനായിരിക്കും. അങ്ങനെ പല ഉദ്ദേശങ്ങളും പെണ്ണുങ്ങൾക്കുണ്ടാവും, പലരും പല രീതിക്ക്. ഓക്കെ, ഇപ്പം ആണുങ്ങൾ പെണ്ണുങ്ങളോട് കൂട്ടുകൂടുന്ന ആണെങ്കിൽ എന്തായാലും ഒരു നോർമൽ ഒരു 10% പേർക്കാണ് പക്ക ബ്രദർ സിസ്റ്റർ റിലേഷനൊക്കെ കൊണ്ടു നടക്കാൻ പറ്റുള്ളൂ. ബാക്കി ആണുങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ഞാൻ സൈക്കോളജി കൂടി പഠിച്ചിട്ടുള്ളതെന്ന് പറയാം, ബാക്കിയുള്ള ആണുങ്ങൾക്കൊക്കെ ഉദ്ദേശങ്ങൾ പലതായി ചിതറി പോകും. കുറച്ച് കഴിയുമ്പോൾ അവരുടെ ചിന്തകളേ മാറും. അവർക്ക് മറ്റു പല രീതിയിൽ പെണ്ണുങ്ങളെ യൂസ് ചെയ്യണം തോന്നും. 10% പേര് ജെന്യുവൻ ആയിട്ട് അങ്ങനെ തന്നെ ഉള്ളവരുണ്ട്, അത് ഉറപ്പായിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവരെ കണ്ടെത്തുക എന്ന് പറയുന്നത് വലിയ കയറാൻ വേണ്ടിയാണ്. കിട്ടിയാ കിട്ടി അങ്ങനെ ബാക്കി. അപ്പൊ നമ്മൾ ഈ റിസ്ക് എടുക്കാൻ നിൽക്കണ്ടല്ലോ. അപ്പൊ നമുക്ക് പെണ്ണുങ്ങളെ ഫ്രണ്ട്സെങ്കിൽ അത് കുറേ കൂടി നല്ലതാണ്, ആണുങ്ങളെ ഫ്രണ്ട്സെങ്കിൽ കുറേ കൂടി നല്ലതായിരിക്കും. അങ്ങനെയാണ് എൻ്റെ ഒരു തോട്ട് കേട്ടോ. ഓരോരുത്തർക്കും ഓരോരുത്തരുടെ ഇഷ്ടം, എൻ്റെ ഇഷ്ടം എനിക്ക് പ്രധാനമുള്ളൂ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് ഒത്തിരി ചേച്ചിമാരെ അനിയത്തിമാരെ അങ്ങനെയുണ്ട് ഫ്രണ്ട്സ് ആക്കി വെച്ചിരിക്കുന്നത്. എന്നെ ഫ്രണ്ട്സ് ആക്കി വെച്ചിരിക്കുന്ന ഒത്തിരി പേരുണ്ട്. അപ്പൊ അവരവരുടെ സങ്കടങ്ങളും വിഷമങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ ഉറപ്പായിട്ട് അവരെ കെയർ ചെയ്യും. ഇപ്പൊ ഒരു നല്ല ഫ്രണ്ട് ആണെങ്കിൽ നിങ്ങളിപ്പോ ഒരു കാര്യം പറയുകയാണ്, അല്ല എന്റെ മനസ്സിൽ ഭയങ്കരമായിട്ട് വിഷമം എടുക്കുന്നു, വേദന എടുക്കുന്നു എനിക്ക് എന്ന് പറയുമ്പോൾ പിന്നെ അവര് കുഴപ്പമില്ലടാ നീ നിന്റെ കാര്യം അങ്ങനെയല്ല പറയണ്ട. നമ്മളാ പറയുന്ന സങ്കടം കേൾക്കാനുള്ള മനസ്സ് കാണിക്കണം അവര്. ചിലപ്പോൾ നമുക്കൊന്ന് പറഞ്ഞാൽ മതിയായിരിക്കും സങ്കടത്തിനെ കുറിച്ച് കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ നമ്മൾ റിലാക്സ്. അവരൊന്ന് കേട്ടാൽ മതി, നമ്മൾ ആരോടെങ്കിലും ഒന്ന് ഷെയർ ചെയ്താൽ മതി. അങ്ങനെയായിരിക്കും നമ്മൾ ഒരു മിന്നൽ അങ്ങനെയായിരിക്കണം. അപ്പൊ ക്ഷമയോടെ അത് കേൾക്കണം അവര്. അങ്ങനെ നമ്മളാണെങ്കിലും ഒരാളെ ഇനി ഫ്രണ്ട്സായിട്ട് നമ്മൾ ഒരാളെ ഫ്രണ്ട്സായിട്ട് കരുതുമ്പോൾ അവര് പറയുന്ന കാര്യങ്ങൾ അതേ സീരിയസ്നെസ്സോടെ കേൾക്കുക. അപ്പൊ ഇപ്പൊ എന്റെ സാഹചര്യമല്ല നിങ്ങളുടെ സാഹചര്യമല്ല വേറെ ഒരാളുടെ. അപ്പൊ ഓരോരുത്തർക്കും ഇപ്പൊ എനിക്ക് കൂളായിട്ട് ഹെൽപ്പ് എടുക്കാൻ പറ്റും. ഇത്രയല്ലേ ഉള്ളൂ, ഇതിനാണത്തെ ടെൻഷൻ അടിക്കുന്നതിന്, അത് എന്റെ മെന്റൽ പവർ, എന്റെ ഒരു രീതികൾ, എന്റെ ഇത് അങ്ങനെ ആയിരിക്കത്തില്ല അവർക്ക്. അവർക്ക് ആ കുഞ്ഞു കാര്യം ഭയങ്കര പ്രശ്നമായിരിക്കും. അതാണ് ഞാൻ ഇതിനു പലപ്പോഴും പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഇതിനു മുമ്പേ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ, ഒത്തിരി പേര് നമ്മളോട് പ്രൊഡക്റ്റുകൾ എടുത്തിട്ട് റീസെയിൽ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അങ്ങനെയുള്ളവർക്ക് ഞാൻ കുറച്ച് പൈസ കുറച്ച് കൊടുക്കും. ഒരു 10 15 അങ്ങനെയൊക്കെ എടുക്കുന്നവർക്ക് ഞാൻ ഒരേ പ്രൊഡക്റ്റിനോ നന്നായിട്ട് പൈസ കുറച്ച് കൊടുക്കും. അപ്പൊ അവർക്ക് ഇതൊരു വരുമാനം ആകുമല്ലോ. അപ്പൊ അങ്ങനെ കുറേ പേര് എൻ്റെ പ്രൊഡക്റ്റ് മേടിക്കുന്നുണ്ട്. ഇന്ന് ഞാൻ കാണിച്ചു തരാട്ടോ. നമ്മുടെ ഒരു കുട്ടി പിന്നെ ഇതുപോലെ പ്രൊഡക്റ്റ് റീസെയിൽ ചെയ്യാൻ വേണ്ടി, അതുകൊണ്ട് പേര് വായിക്കുന്നില്ല, അങ്ങനെ മേടിച്ചിട്ടുണ്ട്. അപ്പൊ അവര് മേടിച്ചേക്കുന്ന ഒരു ബോഡി മോയ്സ്ചറും ഒരു ബ്യൂട്ടി ഓയിലും അത് അവർക്ക് വേണ്ടിയിട്ട്, പിന്നെ 15 പ്ലെയിൻ ലിപ് ബാം ആണ് അവർ മേടിച്ചേക്കുന്നത്. അപ്പൊ നമുക്കതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് പാക്ക് ചെയ്തിട്ട് അയക്കാം. അപ്പൊ 15 പ്ലെയിൻ ലിപ് ബാം, അപ്പൊ ചുറ്റുമുള്ളവർക്കൊക്കെ അവർക്ക് കൊടുക്കാൻ പറ്റും. അപ്പൊ ഓരോന്നിനും അവർക്ക് കുറച്ച് ലാഭം കിട്ടും. അങ്ങനെ ഒത്തിരി പ്രൊഡക്റ്റുകൾ നമ്മുടെ പോകുന്നുണ്ട്. കുറേ പേര് അങ്ങനെ മേടിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലും, ഇതിനിപ്പോ ഭയങ്കര സെറ്റപ്പ് ഒന്നും വേണമെന്നില്ല. ഇപ്പൊ യൂട്യൂബ് ചാനലോ
അല്ലെങ്കിൽ വെബ്സൈറ്റ് ഒന്നും വേണമെന്നില്ല. നിങ്ങളുടെ ചുറ്റുപാട് നിങ്ങൾക്ക് കൊടുക്കാലോ. എന്തെങ്കിലും പ്രോഡക്റ്റ് ഉണ്ട്, ഞാൻ ചേച്ചിയോട് മേടിക്കുന്നതാണ്, യൂട്യൂബിലുള്ള ചേച്ചിയോട് മേടിക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ട് മേടിക്കാം. അപ്പൊ പറയാ കൊടുക്കുക, ഇതൊന്ന് ഉപയോഗിച്ച് നോക്കും, നല്ലതാ. അങ്ങനെ ഉപയോഗിച്ച് നോക്കുന്ന ഒത്തിരി പേരുണ്ട് എന്റെ അടുത്ത് നിന്ന് കേട്ടോ. ഇപ്പൊ എനിക്കൊരു 10-15 പേരെന്നോട് അങ്ങനെ മേടിക്കുന്നത് സ്ഥിരമായിട്ട് ഇപ്പൊ മേടിക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് ഞാൻ പൈസ കുറച്ച് കൊടുക്കും. അവര് എന്നോട് നേരത്തെ പറയും എനിക്ക് ഇത്ര എണ്ണം വേണമെന്ന്. അപ്പൊ ഞാൻ അതനുസരിച്ച് പെട്ടെന്ന് നേരത്തെ കുറച്ച് ഉണ്ടാക്കും. അങ്ങനെ ഇതെനിക്ക് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നോട് തരണമെന്ന്. അപ്പൊ ബാക്കി അവർക്ക് ഇനി ബ്യൂട്ടി ഓയിലും ബോഡി മോയ്സ്ചറും കൂടി യൂസ് ചെയ്യാൻ പ്ലാൻ ഉണ്ട്. അവർ ആദ്യം എന്റെ കയ്യിൽ ലിപ് ബാമുകളാണ് മേടിച്ചത്. അപ്പൊ അത് ഭയങ്കര നല്ലതെന്ന് കണ്ടുകൊണ്ട് അവരിങ്ങനെ സെയിൽ ചെയ്യാൻ. ഇനിയിപ്പോ അവർ മേടിച്ചേക്കണം ബ്യൂട്ടി ഓയിലും ബോഡി മോയ്സ്ചറും അവർ പറഞ്ഞിരുന്നു, അവർക്ക് അതും റീസെയിൽ ചെയ്യണം. അപ്പൊ ഈ പ്രാവശ്യം ഓരോന്ന് മേടിച്ച് നോക്കി യൂസ് ചെയ്ത് നോക്കിയിട്ട് അവർക്ക് അതിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് റീസെയിൽ ചെയ്യാനാണെന്ന് എന്നോട് പറഞ്ഞു. അപ്പൊ അതിന് കൊടുക്കുന്നുണ്ട്. പിന്നെ അവർക്ക് ഗിഫ്റ്റ് ആയിട്ട് ഞാൻ 2 പിങ്ക് ലിപ് ബാമും കൂടി വെച്ചിട്ടുണ്ട്. ഇത്ര സാധനം നമ്മളോട് മേടിക്കുന്നില്ലേ, അപ്പൊ അങ്ങനെ അത് അവർ യൂസ് ചെയ്ത് നോക്കട്ടെ. അതും വേണമെങ്കിൽ അവര് ആർക്കെങ്കിലും ഒക്കെ കൊടുക്കുകയോ സെയിൽ ചെയ്യുകയോ ഒക്കെ അങ്ങനെ പ്ലാൻ ഇടാലോ അവർക്ക്. അതിന് വേണ്ടിയിട്ട് ഞാൻ സന്തോഷത്തിന് വേണ്ടിയിട്ട് 2 പിങ്കും കൂടി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്ക് നന്നായിട്ട് ഒന്ന് പാക്ക് ചെയ്യാം. 15 എണ്ണം ഒന്നോടെ എണ്ണയേക്കാം. 3, 6, 9, 10, 15 പ്ലെയിൻ ലിപ് ബാമും പിന്നെ നമ്മുടെ ഗിഫ്റ്റും പിന്നെ ബ്യൂട്ടി ഓയിലും ബോഡി മോയ്സ്ചറും അത്രയാണ് അവര് മേടിച്ചേക്കുന്നത്. അപ്പൊ അത്രയും നമുക്കൊന്ന് പാക്ക് ചെയ്ത് എടുത്തു വെക്കാം. കോഫി ക്യൂബ്സ് ഒക്കെ അങ്ങനെ ഒത്തിരി പേര് മേടിച്ച് റീസെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ അടുത്തുള്ളവർക്കൊക്കെ അതൊക്കെ എല്ലാവരും മേടിക്കും. ഇങ്ങനെ പ്രായമുള്ളവരും അല്ലാത്തവരും എല്ലാവരും മേടിക്കും. ഹെൽത്ത് നോക്കുന്ന എല്ലാവരും എല്ലാ സാധനങ്ങളും മേടിക്കും. അങ്ങനെയാണ്. ഇനി സോറി, ഇതിനകത്തോട്ട് വെച്ച് നമുക്ക് കവറിലേക്ക് വെക്കാം. ഇത്ര ഉള്ളതല്ലേ, അങ്ങനെ കീറിയോ പൊട്ടിയോ ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ പണി കിട്ടും. അപ്പൊ നമുക്കത് കവറിലേക്കും കൂടി വെക്കാം. ഒരു നമ്മൾ ഒരാളെ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഉപദേശം തരാൻ അല്ലെങ്കിൽ നമുക്കൊരു സങ്കടം പറയാൻ ഒരാളെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ നോക്കേണ്ടത് അവരുടെ പ്രശ്നങ്ങളും അവരുടെ ഒരു തിങ്കിങ്ങിൽ നിന്നും ഡിറ്റാച്ച് ചെയ്ത് തന്നിട്ട് മൂന്നാമതൊരാളായിട്ട് ഒരാളെ കേൾക്കാൻ കഴിവുള്ള ഒരാളോട് മാത്രമേ നമ്മുടെ പ്രശ്നങ്ങളും സങ്കടങ്ങളും നമ്മൾ ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ. ഈ മെഡിക്കലി പഠിച്ചിട്ടുള്ളവര്, സൈക്കോളജിസ്റ്റുകൾ, സൈക്യാട്രിസ്റ്റുകൾ, ഡോക്ടർമാര് എല്ലാവരും ഇപ്പൊ അവരുടെ വീട്ടിൽ എന്തെല്ലാം പ്രശ്നങ്ങളും കാര്യങ്ങളും അവരുടെ സ്വഭാവമേ വേറെ ഒന്നായിരിക്കും. പക്ഷെ അവരൊരു രോഗീനെ കേൾക്കുന്നത് അല്ലെങ്കിൽ രോഗീന്റെ കാര്യങ്ങളിൽ പിന്നെ ശ്രദ്ധിക്കുന്നത് വേറൊരാളായിട്ട് നിന്നാ, മൂന്നാമതൊരാളായിട്ട് നിന്നതാ. അതുകൊണ്ടാണ് ഈ മെഡിക്കൽ ഫീൽഡിലുള്ളവർക്കൊക്കെ ഭയങ്കര ക്ഷമയാണ് ബാക്കിയുള്ളവരെ കേൾക്കാൻ എന്ന് പറയുന്നത്. അവരുടെ പ്രശ്നങ്ങളുമായിട്ട് കൂട്ടിക്കുഴയ്ക്കത്തില്ല, അല്ലെങ്കിൽ അവരുടെ നേച്ചറുമായിട്ട് കൂട്ടിക്കുഴയ്ക്കത്തില്ല. പേഷ്യന്റ് എന്ന് പറയുന്നത് വേറൊരാളാണ്, അവരുടെ വ്യക്തിത്വം വേറെയാണ്. അങ്ങനെ ഡിറ്റാച്ച് ചെയ്ത് നിന്നിട്ട് ശ്രദ്ധിക്കുന്നതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഉപദേശം കൊടുക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡിപ്രഷനോ ഫിയറോ ആങ്സൈറ്റിയോ അല്ലെങ്കിൽ ഒരു ഫാമിലി പ്രോബ്ലംസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊരു സൈക്യാട്രിസ്റ്റിന്റെ അടുത്ത് അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് നിങ്ങളുടെ പ്രശ്നങ്ങൾ അനുസരിച്ച് ഇപ്പൊ നിങ്ങൾ ഡിപ്രഷനിലേക്ക് പോവാണ്, നിങ്ങൾ എന്തായാലും ഒരു സൈക്കോളജിസ്റ്റിനെയോ സൈക്കാട്രിസ്റ്റിനെയോ ആണ് കാണേണ്ടത്. ആ ഒരു രീതിയിൽ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം പല ഇലൂഷൻ, ഡെലൂഷൻ അങ്ങനെയൊക്കെ പലതും ഇങ്ങനെ തോന്നുന്നു, എന്തൊക്കെയോ പോലെ തോന്നുന്നു, ആത്മഹത്യ ചെയ്യാൻ തോന്നുന്നു, അങ്ങനെയൊക്കെയുള്ള ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ നേരെ ഒരാളോട് അല്ലെങ്കിൽ അതുപോലെ അറിയാം നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന മൂന്നാമതൊരാളായിട്ട് നിന്ന് പിന്നെ പറയുന്ന ഒരാളോട് എടുത്ത് നിങ്ങൾ ചെയ്യുന്നു. എനിക്കിങ്ങനെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ അങ്ങ് ചത്താലോ എന്ന് തോന്നുക ചിലരിങ്ങനെ പറയും. അപ്പൊ അതൊന്നും കുഴപ്പമില്ല, ജീവിതമൊക്കെ ഇങ്ങനെയാ, നിങ്ങൾ നിങ്ങളുടെ ആരും നോക്ക്, ഇങ്ങനെ പറയുന്ന ഒരാളുടെ അടുത്തോട്ടല്ല പോണ്ടേ. നിങ്ങൾക്ക് ചത്താലോ എന്ന് തോന്നുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ, അത് അതിന്റെ പുറകിലുള്ള കാര്യങ്ങൾ പിന്നെ അങ്ങനെ നമ്മൾ എപ്പോഴൊക്കെയാ നിങ്ങൾക്ക് അങ്ങനെ ചിന്തിക്കാൻ തോന്നുന്നേ, എന്തൊക്കെ സാഹചര്യത്തിൽ അങ്ങനെ ചോദിച്ചപ്പില്ല. അത് എന്തെങ്കിലുമൊക്കെ തിന്നു കുടിച്ച് 2 സിനിമയ്ക്കൊക്കെ പോയാൽ മതി. അങ്ങനെ കൂളായിട്ട് പറയുന്ന ഒരാളുടെ അടുത്തോട്ടല്ല നമ്മൾ പ്രശ്നങ്ങളും പറഞ്ഞു ചെല്ലണ്ടേ. അതുകൊണ്ടാണ് എല്ലാവരും പറയുന്നത് നിങ്ങൾ ഒന്നുകിൽ മെഡിക്കലി റിലേറ്റഡ് ആയിട്ടുള്ള സൈക്യാട്രിസ്റ്റ്, സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ അതുപോലെ നിങ്ങൾക്ക് ഉപദേശം തരാൻ കഴിവുള്ള ഒരാള്, അങ്ങനെ ഒരാളുടെ അടുത്ത് നിങ്ങൾ പോയിട്ട് ഉപദേശം ചോദിക്കാവുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ കോഞ്ഞാട്ടയാവും നിങ്ങളുടെ ലൈഫ്. ഓരോരുത്തർ പറയുന്നതായിട്ട് ഉപദേശം കേട്ടിട്ട് നിങ്ങൾ അതും ഇതും ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയല്ല. ഓരോരുത്തർ സാഹചര്യം വേറെ വേറെയാണ്. അപ്പൊ അതനുസരിച്ചാണ് നമ്മൾ അവരെ കേൾക്കേണ്ടതും പറയേണ്ടതും. ഇപ്പൊ നമ്മൾ ഫ്രണ്ട്സിനെ തെരഞ്ഞെടുക്കുകയാണെങ്കിലും നമ്മുടെ സങ്കടങ്ങളും പ്രശ്നങ്ങളും ഒക്കെ കേൾക്കാൻ ഒരു മനസ്ഥിതിയും വ്യവസ്ഥിതിയും ഒക്കെ ഉള്ള ഒരാളോടാണ് നമ്മൾ ഉപദേശം ചോദിക്കേണ്ടതും പറയേണ്ടതും. അതൊക്കെയാണ് അതിലൊരു കാര്യം. അപ്പൊ ഇനി നമുക്ക് അടുത്തത് ബാക്ക് ചെയ്യാം. അടുത്ത നമ്മുടെ കസ്റ്റമർ ആവശ്യപ്പെട്ടിരിക്കുന്നതും ഹണി 1/2 കിലോയും അതുപോലെ തന്നെ നമ്മുടെ കിച്ചൺ സിങ്ക് ഒക്കെ ക്ലീൻ ചെയ്യുന്ന എല്ലാ സ്ഥലവും ക്ലീൻ ചെയ്യാൻ പറ്റുന്ന മാജിക് ക്ലീനർ. ഇതാണ്. ഇത് ഒത്തിരി എല്ലാവരും മേടിക്കുന്നുണ്ട് കേട്ടോ. മാജിക് ക്ലീനർ എന്ന് പറഞ്ഞ് നമുക്ക് ഒരു ദിവസം ഒരു 10 എണ്ണം എങ്കിലും എല്ലാ ദിവസവും തന്നെ പോകുന്നുണ്ട് കേട്ടോ. ആ ഒരു രീതിയിൽ അതെല്ലാവരും മേടിക്കുന്നുണ്ട്. ഭയങ്കര യൂസ്ഫുൾ, എല്ലായിടത്തും ക്ലീൻ ചെയ്യാം കേട്ടോ. അങ്ങനെയാണ്. അപ്പം ഹണി നമുക്ക് അല്ലാതെ പാക്ക് ചെയ്യാൻ ബബിൾ പേപ്പറിലും കൂടി പാക്ക് ചെയ്യാൻ സമയം കിട്ടാത്ത സ്ഥിതിക്ക് നമുക്ക് ഇങ്ങനെ ഒരു ഇതിനകത്തും കൂടി പാക്ക് ചെയ്തിട്ട് അതിലേക്ക് വെക്കാം. അതൊരു ഇരട്ടിപ്പണിയായി. ബബിൾ പേപ്പറും കൊണ്ട് പാക്ക് ചെയ്ത് വെക്കുവാണെങ്കിൽ ഒരു സേഫ്റ്റി ഉണ്ട്. അത് പക്ഷേ സമയം കിട്ടിയില്ല, ചെയ്യണം. വൈകുന്നേരം ഇനി ചെയ്യണം.
ഇന്നലെ എനിക്ക് ഒത്തിരി ജോലികൾ ഉള്ളതുകൊണ്ട് വൈകുന്നേരം ടയേർഡ് ആയിപ്പോയി, അല്ലെ രാത്രി ഞാൻ കുറേ പാക്ക് ചെയ്ത് വെക്കും. അങ്ങനെ ആകുമ്പോൾ രാവിലെ എനിക്ക് സമാധാനമുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മളൊരു 2 മണി വരെ മാക്സിമം 2 മണിക്ക് മുമ്പ് നമ്മൾ പോസ്റ്റ് ഓഫീസിൽ എത്തണം. നമുക്ക് 2 അബ്രോഡിന് വിടാനുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ അല്ലെങ്കിൽ ഫ്രണ്ട് ആയിട്ട് കരുതണ്ടേ, നമുക്കൊരു ഗുരുവിന്റെ സ്ഥാനത്ത് അല്ലെങ്കിൽ ഒരു ഉപദേശം കിട്ടണം, ഒരു വിഷമം വരുമ്പോൾ ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞ് നമ്മളൊരു ഫ്രണ്ട്സിനെ എടുക്കുന്നവർക്ക് ആദ്യം നല്ല ബുദ്ധിയും ബോധവും വിവരം ഉണ്ടോ, അല്ലെ അവരുടെ ലൈഫ് എങ്ങനെയാണ് അവർ കൊണ്ടുപോകുന്നത്, അങ്ങനെയുള്ള നമ്മൾ എന്തായാലും ജെന്യൂനായിട്ട് പഠിച്ചിരിക്കണം. അല്ലാതെ കണ്ട നാട്ടുഭാഷ പറഞ്ഞ കണ്ട അങ്കനെ അടമോടത്തികളെ ഒന്നും നമ്മൾ നമ്മുടെ ഒരു മെന്റൽ ഗുരുവായിട്ട് വെക്കരുത്. അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ തരത്തിൽ നിന്നായിരിക്കും പറയുന്നത്, അവരുടെ ഒരു രീതിയായിരിക്കും അവർ പറയുന്നത്. അപ്പം ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേനും ഡിവോഴ്സ് ചെയ്ത് അവരെ കളഞ്ഞേക്കും, നമുക്ക് അല്ലാതെ ഒരു ലൈഫ് ഉണ്ട്. അങ്ങനെയല്ല, ഓരോരുത്തർക്കും ഒരു സാഹചര്യം. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞത്, എല്ലാവരും ഡിവോഴ്സ് ചെയ്ത് പറഞ്ഞ് ജീവിക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ പിന്നെ ടോക്സിക് ആയിട്ടുള്ള ഒരാൾ അയാൾ ഉപേക്ഷിച്ച് കളഞ്ഞേക്ക്, അങ്ങനെ എല്ലാവർക്കും പറ്റിയെന്ന് വരത്തില്ല. അത് അവരുടെ മാനസിക ഉപേക്ഷിച്ച് കളഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലുണ്ടാകുന്ന വിഷമങ്ങൾ, അല്ലെങ്കിൽ സമൂഹത്തിന്റെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ചിലപ്പോൾ അവർക്ക് മക്കളുണ്ടാവും. ആ പിള്ളേരുടെ ചിലപ്പോൾ ഈ ഹസ്ബൻഡ് ആയിരിക്കും നോക്കുന്നത്, അല്ലെങ്കിൽ വൈഫായിരിക്കും ഹസ്ബൻഡിന്റെ എല്ലാ വീട്ടു ജോലികളും ചെയ്തു കൊടുക്കുന്നത്. പക്ഷെ ചിലപ്പോൾ പെരുമാറ്റം കൊണ്ട് ടോക്സിക് ആയിരിക്കും. അങ്ങനെ പല സാഹചര്യത്തിലാണ് ഓരോരുത്തരും ജീവിക്കുന്നത്. അപ്പം വേറൊരാൾ ഉപദേശിച്ചു കൊടുക്കുക, അത് പോട്ടെ, പോയി പണി നോക്കട്ടെ എന്ന് പറയാം. നിങ്ങൾ പിന്നെ നോ കോണ്ടാക്ട് എടുത്ത് നേരെ ഡിവോഴ്സ് ചെയ്ത് പോരെ, അതാണ് ലൈഫ്, അങ്ങനെ പറയുന്നയാൾ നല്ല നിൽക്കേണ്ടത്. ഇനി കൂട്ടുകാരെ, നമ്മൾ കുറേ പുതിയ നല്ല നല്ല പ്രൊഡക്റ്റുകളും കൂടി നമ്മുടെ കാറ്റലോഗിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ കുറച്ചൊക്കെ. അതിൽ കുറേ സാധനങ്ങൾ ഓർഡർ വന്നിട്ടുണ്ട്. കുറേ ഉണ്ട് ഞാൻ അവിടുത്തെ പാക്ക് ചെയ്തു കേട്ടോ. കുറേ സാധനം ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നേ. കുറച്ച് നേരം ഷൂട്ട് ചെയ്യാന്ന് ഓർത്ത് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നേ. ആദ്യം ഞാൻ കുറേ പാക്ക് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്. അതിലും കുറേ എണ്ണ ഇത് ഉൾപ്പെട്ടിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ല ഭംഗിയുള്ള സ്ലൈഡ്. ഞാനിപ്പോ കുത്തിയേക്കണ പോലത്തെ വേറൊരു വെർഷൻ കേട്ടോ, അത് ഓർഡർ തന്നിട്ടുണ്ട്. പിന്നെ അതേ ഒരു ബക്കിള്, ഇതെന്താ, ഒരു ഹെയറിന് വിടാം, നമുക്ക് കൈക്കും ചുമ്മാ ഇങ്ങനെ ഇടാൻ പറ്റുന്ന വിധത്തിലുള്ള ഇതുണ്ട്. ഇങ്ങനെ ഇടാൻ പറ്റുന്ന നല്ല രസമുള്ള ഒരു ബക്കിൾ എന്ന് പറയാം, ആ സാധനമാണ് ഇത് കുറേ പേര് ഓർഡർ വന്നിട്ടുണ്ട്. അപ്പൊ അത്, പിന്നെ ഭംഗിയുള്ള ഒരു മാല കണ്ടോ, സാരിക്കൊക്കെ ഇടാൻ പറ്റുന്ന വിധത്തിൽ കുറേ നീളം ലെന്ത് കൂട്ടാം. ഒരു കറുത്ത ചരടിലുള്ള, ചിലർക്ക് ഭയങ്കര ഇഷ്ടമല്ല ഇങ്ങനെ ഇട്ട് നടക്കാനാ. അപ്പൊ അങ്ങനെ, പിന്നെ കോഡ് സെറ്റിന്റെ കൂടെ ഒക്കെ വേണമെങ്കിൽ ഇടാം കേട്ടോ. ആ ഒരു രീതിയിൽ ഇപ്പൊ ഈ ജിമിക്ക് കമ്മലും ഈ മാലയും കൂടി നന്നായിട്ട് ചേരും. ആ ഒരു രീതിയിൽ ഇടാൻ പറ്റുന്ന ഈ മാല ഇതെല്ലാവരും മേടിക്കുന്നുണ്ട്. അപ്പൊ അത് അങ്ങനെ 3 സാധനം, കുഞ്ഞു സാധനം പുള്ളിക്കാരി മേടിച്ചിട്ടുണ്ട്. പിന്നെ ഇത് ലെന്ത് കൂട്ടാൻ പറ്റുന്ന ഒരു 3.5 മീറ്ററോളം ലെന്ത് കൂട്ടാൻ പറ്റും. നമുക്ക് മറാലയൊക്കെ തൂക്കാൻ വേണ്ടി ഇതിന്റെ ഈ പിടി ഇങ്ങോട്ട് പിടിപ്പിക്കാം. എന്നിട്ട് ലെന്ത് കൂട്ടി നമുക്ക് ഉപയോഗിക്കാം. എന്നിട്ട് ചുരുക്കി ഇങ്ങനെ പ്രസ് ചെയ്ത് ചെറുതാക്കി ഇത്രയാക്കിയിട്ട് എടുത്ത് വെക്കുകയും ചെയ്യാം. അപ്പൊ ഈ ഒരു മാറാല തട്ടുന്ന ഈ മോപ്പ് എല്ലാവരും മേടിക്കുന്നുണ്ട്. അത് പിന്നെ ഇതിന് ഞാൻ മഴവില്ല് മോപ്പ് എന്നാണ് പേരിട്ടേക്കണേ. നല്ല മഴവില്ലിന്റെ കളറാണ്. എല്ലാ ജനലൊക്കെ ഇങ്ങനെ തട്ടി പൊടി തട്ടി എടുക്കാൻ വേണ്ടിയിട്ട് അടിപൊളി സാധനമാണ്. അപ്പൊ ഇത്, പിന്നെ പുള്ളിക്കാരി ആവശ്യപ്പെട്ടിരിക്കുന്ന നല്ലൊരു ബാഗാണ്, ബ്ലാക്ക് കളർ ബാഗ്. ഇവിടെ ഒരു സിപ്പ് ഉണ്ട്. പിന്നെ ഇതൊരു ഫുള്ളായിട്ടൊരു പിന്നെ കമ്പാർട്ട്മെന്റ്, അടിപൊളിയാണ്. ഇത് ക്ലോത്ത് ആണ്, ഒരു തരം കട്ടിയുള്ള ഒരു തരം ക്ലോത്ത് ആണ്. പിന്നെ അപ്പൊ അത് വാഷ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യുകയും ചെയ്യാം. അങ്ങനെ അടിപൊളിയാണ്, കൂട്ടുകാർ അടിപൊളിയാണ്. എല്ലാവരും മേടിക്കുന്നുണ്ട്. കോളേജ് പിള്ളേർക്കോ നമുക്കോ ഒക്കെ കൊണ്ടുനടക്കാൻ പറ്റുന്ന അടിപൊളിയാണ് ഈ ഒരു ഹാൻഡ് ബാഗ്. അപ്പൊ അത് മേടിച്ചിട്ടുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള സിപ്പും കാര്യങ്ങളും ഒക്കെയാണ്. അങ്ങനെ ഇതുപോലത്തെ കുറേ കളറുകളുണ്ട്, അതിന്റെ കുറെ മോഡലുകളുണ്ട്. കാറ്റലോഗിൽ കയറി നോക്കി. അടുത്തൊരു കസ്റ്റമർ ലോങ് ലിസ്റ്റ് തന്നിട്ടുണ്ട് കേട്ടോ. എന്തൊക്കെ സാധനം ഞാൻ കാണിച്ചു തരാം. ഇതൊരു പ്രത്യേക തരം ബക്കിളാണ്. ഞാനിപ്പോ ഇട്ടിട്ടുണ്ട്, കാണുമെന്നറിയത്തില്ല. ഞാനിപ്പോ ഇട്ടിട്ടുണ്ട്, കാണിച്ചു തരാം. കാണുമെന്നറിയത്തില്ല, ദൂരെയാണ് ഞാൻ വെച്ചേക്കുന്ന ക്യാമറ. ഇത് കണ്ടോ, ഞാനിപ്പോ ഇട്ടിട്ടുണ്ട്. അത് കാണുമോ തിരിയോന്ന് അറിയത്തില്ല. പക്ഷെ ഞാനിത് വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ഇതിന്റെ ഫോട്ടോ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തേക്കാം. നല്ല സ്റ്റാൻഡേർഡ് ആണ്. ജീൻസിന്റെ കൂടെയോ അല്ലെങ്കിൽ സാരിന്റെ കൂടെയോ നമ്മൾ സിമ്പിളി വീട്ടിൽ നടക്കുമ്പോഴോ ഒക്കെ നമുക്ക് മുടി ഒന്നിച്ച് കെട്ടി വെക്കാൻ പറ്റുന്ന ഭംഗിയുള്ള ഒരു ബക്കിളാണ്. അടിപൊളി ഒരു മുത്ത് കൊടുത്തിട്ടുണ്ട്, നല്ലൊരു ബ്ലാക്ക് മുത്തും അങ്ങനത്തെ. അപ്പൊ അതെനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നിയതുകൊണ്ട് ഞാനത് ഇട്ടേക്കുന്ന കേട്ടോ. പിന്നെ നേരത്തെ പറഞ്ഞ പോലത്തെ നമ്മുടെ ബാൻഡ് അതുണ്ട്. പിന്നെ നമ്മുടെ മാല,
സാരി, ആ നേരത്തെ കാണിച്ച മാല, കുറേ നെക്ലേസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് എടുത്ത് ഫോട്ടോ ഇട്ടിട്ടുണ്ട്. ബാക്കി ഞാൻ ഇന്ന് വൈകുന്നേരം കുറേയും കൂടി ആഡ് ചെയ്തിടാം. അപ്പൊ അത് പിന്നെ കുറെ ജീൻസിനും കോട്ട് സെറ്റിനും ഇടാൻ പറ്റുന്ന നെക്ലേസുകൾ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇത് അവർ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ 3 സാധനം അങ്ങനെ കുഞ്ഞത്. പിന്നെ ഇത് മുത്താ സ്പൂൺ എന്ന് പറഞ്ഞ് നമ്മുടെ ഈ ചായപ്പൊടി, പഞ്ചസാര, ബാക്കിയുള്ള മസാലകൾ അതിലൊക്കെ നമുക്ക് ഇടാൻ പറ്റും. ഭയങ്കര ക്യൂട്ടായിട്ടുള്ള മരത്തിന്റെ ഇതാണ്, തടിയാണ്. മുത്താ സ്പൂൺ എന്ന ഇത് നമ്മൾ പേരിട്ടേക്കണം. അങ്ങനെയാണ് ഇതിന്റെ പേര് അവരും പറഞ്ഞേക്കുന്നത്, നമുക്ക് തന്നു വരുവേ. അപ്പൊ ആ രീതിക്ക് അപ്പൊ മുത്താ സ്പൂണിന്റെ 6 ഉണ്ട്. അടിപൊളിയാണ്. അത് ചോദിച്ചിട്ടുണ്ട്. പിന്നെ അംബ്രല്ല മോപ്പ്, ഇത് കണ്ടോ, അംബ്രല്ല വലിയൊരു വളഞ്ഞതുണ്ട്, അല്ലാത്ത സ്ട്രൈറ്റ് പോലും ഉണ്ട്. ഇത് കണ്ടോ, ഇത് പറഞ്ഞു പുറത്തൊന്നുമില്ല കേട്ടോ. ഇത് നന്നായിട്ട് അറ്റാച്ച് ചെയ്തേക്കണേ. ഈ ജനലൊക്കെ നമുക്കൊന്ന് പൊടി തട്ടണമെങ്കിൽ, അല്ലെങ്കിൽ ടേബിൾ എവിടെയെങ്കിലൊക്കെ ഒന്ന് പൊടി തട്ടണമെങ്കിൽ അടിപൊളിയല്ലേ. അതാണ് ഇതിന് ഞാൻ അംബ്രല്ല മോപ്പ് ഇട്ടേക്കണേ, നല്ല കളർഫുൾ ആയിട്ട്. ഇതിന് ഞാൻ മഴവിൽ മോപ്പ് ഇട്ടേക്കണേ. നേരത്തെ നമ്മൾ കണ്ട പോലെ തന്നെ ഇവരും മഴവിൽ മോപ്പ് മേടിച്ചിട്ടുണ്ട്. അടിപൊളിയാണ്. ഇത് ജനലിന്റെ ഒക്കെ വലിയ സംഗതികളൊക്കെ ഒന്ന് പൊടി തട്ടാൻ അങ്ങനെ കൊള്ളാം. അത് 2 സാധനം മേടിച്ചിട്ടുണ്ട്. പിന്നെ അവര് മേടിച്ചേക്കുന്നേ നമ്മുടെ കിച്ചണിലൊക്കെ ഇടാൻ പറ്റുന്ന നീളമുള്ള മൈക്രോഫൈബറിന്റെ, ഫുള്ള് വെള്ളം അബ്സോർവ് ചെയ്യുന്ന നീളമുള്ള മൈക്രോഫൈബറിന്റെ ഇത്രയും ലെന്ത് ഉള്ളത് കേട്ടോ. ഇത് 2 എണ്ണം അവർ ചോദിച്ചായിരുന്നു. പക്ഷെ ഇത് ഫുള്ള് തീർന്നു. ഞാൻ എത്ര എണ്ണം കൊണ്ടുവന്നറിയോ? 175 എണ്ണം കണ്ട് കൊണ്ടുവന്ന. അത് മൊത്തം ഇപ്പൊ ഒരു കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തീർന്നു പോയി. അപ്പൊ എനിക്ക് അവർക്ക് അത് നീളമുള്ളത് കൊടുക്കാൻ പറ്റിയില്ല. പിന്നെ ഇത്രയും സാധനം ഞാൻ പാക്ക് ചെയ്ത് അയക്കുന്നതുകൊണ്ട് ഞാൻ ഇത് നമ്മുടെ ചെറുതാണ്. റൂമുകൾക്ക് മുമ്പിലും ബാത്റൂമിന്റെ മുമ്പിലും ഫ്രണ്ട് ഏരിയയിൽ കയറി വരുന്നിടത്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന അത്ര ലെന്ത് ഇല്ല. അപ്പൊ അതിന്റെ പൈസ ഞാൻ ഇനി കട്ട് ചെയ്തിട്ട് തിരിച്ചിട്ട് കൊടുക്കും. അപ്പൊ ഞാൻ അതിന്റെ സ്മോൾ ഒരെണ്ണം എടുത്തു. ഇത്ര പാക്ക് ചെയ്ത് വിടുന്നില്ല. ഇനി അത് സെപ്പറേറ്റ് ആയിട്ട് ഇനിയിപ്പോ എപ്പോഴാണ് നമുക്കത് വരുവാന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് പിന്നെ കയറി വരുന്നിടത്ത് മുറ്റത്തൊക്കെ നമുക്ക് ഇടാൻ പറ്റുന്ന ടയറിന്റെ പോലത്തെ റബ്ബറിന്റെ അരികിൽ ഇങ്ങനെ ബിൽഡ് ചെയ്തേക്കുന്ന അടിപൊളിയായിട്ടുള്ള സാധനമാണ്. നല്ല ലെന്തും ഉണ്ട്, നല്ല ഗ്രിപ്പും ഉണ്ട് പുറകില്. അങ്ങനെ പിന്നെ കാണാൻ നോക്കി എന്ത് ക്യൂട്ടാന്ന്. ഈ പോതേയില്ല. ഒന്നുകിൽ നമ്മളൊരു ബ്രഷ് ഉപയോഗിച്ചിട്ട് പൈപ്പ് വെള്ളം ഇങ്ങനെ ചീറ്റിച്ച് അടിച്ചു കഴിയെടുക്കാൻ കുറെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ 3 വർഷം 4 വർഷം ആയതൊക്കെ നമ്മുടെ മുറ്റത്തോടെ കിടപ്പുണ്ട്. ഒരു കുഴപ്പം പറ്റത്തില്ല. അങ്ങനെയാണ്. പിന്നെ ഇല്ലെങ്കിൽ നമുക്ക് വാഷിംഗ് മെഷീനിൽ ഇട്ട് വേണേ അലക്കാം. സെപ്പറേറ്റ് വാഷിംഗ് മെഷീൻ ഉണ്ടെങ്കിൽ നമുക്കൊക്കെ എങ്ങനെ ഇടറുണ്ട്, ചവിട്ടി അലക്കാൻ ഞാനൊരു സെപ്പറേറ്റ് വാഷിംഗ് മെഷീൻ ഉണ്ട്. അപ്പൊ അതിനകത്തിട്ട് ഞാൻ അലക്കാറുണ്ട്. എത്ര അലക്കിയാലും ഒരു കുഴപ്പം പറ്റത്തില്ല. അങ്ങനെയാണ്. അപ്പൊ ഈ ഗ്രേ ടയർ മാറ്റുന്ന ഞാനിത് കാറ്റലോഗിൽ എഴുതിയേക്കണേ. ടയർ ഇങ്ങനെ അരികിൽ റബ്ബറിന്റെ ടയർ അറ്റാച്ച്ഡ് ആണ് അത്. ഇത് നമ്മുടെ എല്ലാം മൈക്രോഫൈബർ ഒത്തിരി മേടിക്കുന്നുണ്ട്. മൈക്രോഫൈബർ എല്ലാവരും റൂമിന്റെ മുമ്പിലും ബാത്റൂമിന്റെ മുമ്പിലൊക്കെ ഇടാൻ. അപ്പൊ ഈ 3 സഡൻലി കറണ്ട് പോയി. ഞാൻ ഷൂട്ടിങ് മാറ്റി വെച്ചു. പക്ഷെ ഞാനെല്ലാം കുറെ നേരം പാക്ക് ചെയ്തു. ജനലിലെ കർട്ടനൊക്കെ മാറ്റിയിട്ടിട്ട് ആ വെട്ടത്തിൽ നന്നായിട്ട് നമുക്ക് പാക്ക് ചെയ്യാൻ പറ്റി. ഇത് നമ്മൾ കഞ്ഞിയൊക്കെ വാർക്കുന്ന ആ ഒരു ഹോളുള്ള പാത്രമാണ് കേട്ടോ. ആ കൂടെ നമുക്ക് ബാക്കിയുള്ള ലിപ് ബാം റെഡും പിങ്കും മേടിച്ചിട്ടുണ്ട്, ബോഡി മോയ്സ്ചറും മേടിച്ചിട്ടുണ്ട്. അപ്പൊ അതെല്ലാം നമുക്ക് വേഗം പാക്ക് ചെയ്യാൻ സമയം പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ അതിന്റേതായ എനിക്കൊരു ടെൻഷനുണ്ട്. നമുക്ക് 2 പ്രോഡക്റ്റുകൾ അബ്രോഡിന് വിടാനുള്ളതുണ്ട്. അപ്പൊ അത് പോസ്റ്റ് ഓഫീസ് അടച്ചു പോകുന്നതിന് മുമ്പ് പോകണം. ഇപ്പൊ ഏകദേശം 1 മണി ആയിട്ടുണ്ട് കേട്ടോ. എനിക്ക് വിശക്കുന്നുണ്ട്. അപ്പം കുറച്ചും കൂടി ഞാൻ ഇവിടെ കൊണ്ടുവച്ചു പാക്ക് ചെയ്യാൻ. ഇത് പാക്ക് ചെയ്ത് വെച്ചിട്ട് പിന്നെ ഞാൻ ചോറുണ്ടോ നല്ല ഫിഷ് കറി വെച്ചിട്ടുണ്ട്. അതും തോരൻ കറിയൊക്കെ ഉണ്ട്. അപ്പൊ അതെല്ലാം കൂട്ടിയിട്ട് ചോറുണ്ടിട്ട് ബാക്കിയുള്ളത് പിന്നെ പാക്കിങ് കണ്ടിന്യൂ ചെയ്യും. അപ്പൊ നമ്മുടെ ഒരു കസ്റ്റമർ പുള്ളിക്കാരിക്ക് പുറമേട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതുകൊണ്ട് ബില്ലും കൂടി വേണമെന്ന് പറഞ്ഞു. അപ്പൊ ബില്ല് അശുകൊച്ച ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അപ്പൊ പിന്നെ എയർപോർട്ടിൽ നിന്ന് അങ്ങനെയൊന്നും പ്രശ്നം ഉണ്ടാവത്തില്ലല്ലോ. അപ്പൊ അത് ബില്ല് ഉണ്ടാക്കിയിട്ടുണ്ട്. അവർക്ക് 4 ഫേസ് പാക്ക് ആണ് വേണ്ടത്, നമ്മുടെ രക്തശാലി ഫേസ് പാക്ക്. അപ്പൊ 4 എടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് പാക്ക് ചെയ്യാം, അത് കൊടുത്തുവിടാം. മോട്ടിവേഷനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഇപ്പൊ 2-3 ദിവസമായിട്ട് നമ്മുടെ യൂട്യൂബിൽ മുഴുവൻ കറങ്ങി നടക്കുന്ന ഒരു വാർത്തയുണ്ടല്ലോ. ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഭയങ്കര ഡിവൈൻ മോട്ടിവേഷനൊക്കെ കൊടുത്ത് ഭയങ്കര എല്ലാരെയും ഒരുമിപ്പിക്കാൻ നടന്നവര് ഇപ്പൊ ഭയങ്കരമായിട്ട് അടിച്ചു പിരിഞ്ഞ് അയാളുടെ റിയൽ സ്വഭാവം എടുത്തു കാണിച്ചത് പിന്നെ കേട്ടല്ലോ. ഞാൻ ഇവരുടെ വീഡിയോസ് ഇങ്ങനെ ഷോർട്ട് വീഡിയോ ആയിട്ട് കണ്ടുവരുമ്പോൾ ഇടയ്ക്ക് കാണാറുണ്ട്. എനിക്ക് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു അവരുടെ മോട്ടിവേഷൻ, അവരുടെ വർത്താനവും ഓവർ ആക്ടിങ്ങും അതൊന്നും എനിക്ക് തീരെ താല്പര്യമുള്ളതല്ലായിരുന്നു. എസ്പെഷ്യലി ആ ലേഡിയുടെ അങ്ങനെയായിരുന്നു. അപ്പം ഞാൻ അതങ്ങ് സ്കിപ്പ് ചെയ്ത് വിടുന്ന ഒരു മോട്ടിവേഷൻ സ്പീക്കേഴ്സ് ആയിരുന്നു കേട്ടോ ഇവര്. അങ്ങനെ എനിവേ അവരെ കൊണ്ട് ഉപകാരം കിട്ടിയ ഒത്തിരി പേരുണ്ടാവും കേട്ടോ. ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാലിച്ചില്ലേലും മറ്റുള്ളവർക്ക് മോട്ടിവേഷൻ കൊടുക്കുമ്പോൾ ചിലവര് പിന്നെ ഓക്കെ അതുകൊണ്ട് അങ്ങ് മോട്ടിവേറ്റ് ആവുന്നവരും ഉണ്ടായിരിക്കുമല്ലോ. അങ്ങനെ പക്ഷെ ഫൈനൽ ഡിസിഷൻ ഒക്കെ എടുക്കുന്നതിന് മുമ്പ് ഇങ്ങനെ ജീവിതത്തിലെ മേജർ കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ ഇങ്ങനെ എന്താ ആദോ ബോധോ ഉള്ള വല്ലോ സൈക്യാട്രിസ്റ്റോ സൈക്കോളജിസ്റ്റുകളുടെ ഒക്കെ ഉപദേശം തേടുന്നതായിരിക്കും എപ്പോഴും നല്ല. അല്ലെങ്കിൽ വല്ലോ അത്രയ്ക്ക് നല്ല ഗുരു തുല്യരായിട്ടുള്ളവരുടെ ഒക്കെ
ഒക്കെ ഉപദേശം തേടുന്നതായിരിക്കും എപ്പോഴും നല്ലത് കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ 8ന്റെ പണി കിട്ടും. ഇതുപോലെയൊക്കെ അല്ലേ, അങ്ങനെയാണോ. അപ്പം ഇപ്പൊ ഈ 2 ദിവസമായിട്ട് അവരെ മുഴുവൻ അടിച്ചു കഴിഞ്ഞാൽ അയാൾ തലക്കിട്ടടിക്കുവോ ഏതാണ്ടൊക്കെ എടുത്ത് അടിച്ചോടിക്കുകയോ ഒക്കെ ചെയ്യുന്ന ആ ലേഡിയുടെ കാര്യങ്ങളൊക്കെ കേട്ടപ്പം എനിക്ക് ആ സ്ത്രീയുടെ ഭാഗത്ത് നിൽക്കാനാ തോന്നിയത്, ഈ കണ്ട സിറ്റുവേഷൻ കൊണ്ട്. പിന്നെ അതിന്റെ ഡെപ്തിൽ എന്താണെന്ന് നമുക്ക് അറിയത്തില്ല. ഇത്രയൊക്കെ ആണെങ്കിലും അയാള് ഇത്രയും കാലം കൂടെ കൊണ്ടു നടന്ന ഒരു ഭാര്യനെ എടുത്തിട്ട് അടിക്കുക, ഇടിക്കുക, ഉപദ്രവിക്കുക, അവരതിനു വേണ്ടി കേസ് കൊടുക്കേണ്ടി വരിക. അപ്പൊ ആ സ്ത്രീ അനുഭവിക്കുന്ന ഒരു മാനസിക വിഷമം, അതിന്റെ ഭാഗത്ത് നിൽക്കാനാണ് മനസ്സുകൊണ്ടെങ്കിലും എനിക്ക് തോന്നിയത് കേട്ടോ. ഇവരുടെ 2 പേരെയും മോട്ടിവേഷൻ സ്പീച്ച് എനിക്ക് ഒട്ടും ഇഷ്ടമില്ല. ഞാൻ സ്കിപ്പ് ചെയ്ത് വിടുന്നതായിരുന്നു ഇതിനു മുമ്പ് കാണുമ്പോൾ കേട്ടോ. ഒരു ഓവർ ആക്ടിങ്ങും ഡ്രാമയും അതും ഇതൊക്കെ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. നമ്മുടെ അഭിപ്രായം സ്വതന്ത്രമായിട്ട് പറയുന്നത് നമുക്ക് ആരെയും പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ എനിവേ, ഇതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഈ പറയുന്ന മോട്ടിവേഷൻ സ്പീക്കേഴ്സ് ഒക്കെ അവരുടെ റിയൽ ലൈഫിൽ വേറെ ഒരു വ്യക്തികളായിരിക്കും. എനിക്ക് പേഴ്സണലി അറിയാവുന്ന ഒരു മോട്ടിവേഷൻ സ്പീക്കറുടെ കാര്യം പറയാട്ടോ. പുള്ളിക്കാരൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര സെക്സ് അഡിക്റ്റ് ആണ്. പക്ഷെ പുള്ളി ഇതൊരു ഉപജീവന മാർഗമായിട്ട് കണ്ടേക്കുന്നത് മോട്ടിവേഷനാണ്. എന്നിട്ട് ഇയാൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ പിന്നെ ഒരു ചാനലൊക്കെ ഉണ്ടാക്കി ഭയങ്കര മോട്ടിവേഷനാണ്. ഈ മോട്ടിവേഷന് വേണ്ടിയിട്ട് കൊടുക്കുന്ന ചാനലിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിൽ അയാളുടെ വൈഫിനെ 1000 ദിവസം തന്നെ ബ്ലോക്ക് ആക്കി ഇടും. അപ്പൊ വൈഫിനുണ്ടാകുന്ന ഒരു മാനസിക വിഷമം ഇതൊക്കെ കാണുമ്പോൾ കേൾക്കുമ്പോൾ അതൊന്നും പുള്ളിക്ക് പ്രശ്നമല്ല. എന്നിട്ട് ഈ പുള്ളി എന്ത് ചെയ്യും, ഭയങ്കര മോട്ടിവേഷൻ കൊടുക്കുക സ്ത്രീകളോട് എസ്പെഷ്യലി. അപ്പൊ സ്ത്രീകൾ എന്തെങ്കിലും ചെറിയൊരു സംശയം ചോദിച്ചാൽ തന്നെ നിങ്ങൾ എന്റെ ഇൻബോക്സിൽ വരും എന്ന് പറയും. എന്നിട്ട് ഇൻബോക്സിൽ ഈ സ്ത്രീകളെ വിളിച്ച് മണിക്കൂറുകളോളം അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുക, അവർക്ക് സന്തോഷ സമാധാനം പകർന്നു കൊടുക്കുക, അവരോട് സംസാരിക്കുക. ഇതൊക്കെ കിട്ടുമ്പോൾ ഈ ഓപ്പോസിറ്റ് സെക്സിനോട് സംസാരിക്കുമ്പോൾ ഈ ക്രിമികടി മാറുന്ന ചില ഭാര്യമാരും ചില ഭർത്താക്കന്മാരും ഉണ്ട്. അങ്ങനെയുള്ളതിൽ പെട്ടതാണ് ഈ മോട്ടിവേഷൻ സ്പീക്കർ. എന്നിട്ട് മണിക്കൂറുകളോളം അവർക്ക്, പക്ഷെ സ്വന്തം ഭാര്യനെ പുള്ളിക്കാരൻ വിളിക്കത്തൂല, മിണ്ടത്തൂല, ആ രീതി. എന്നിട്ട് ഫോൺ വിളിക്കാൻ അനുവാദമില്ല ഭാര്യയ്ക്ക്. വർഷങ്ങളോളം കൂടെ താമസിച്ചാണ്. പക്ഷെ പിന്നെ ഭാര്യ ഫോൺ വിളിച്ചെടുക്കത്തില്ല. പകരം വാട്സപ്പിൽ വന്നു എന്താ എന്ന് ചോദിക്കും. അങ്ങനെ എനിക്ക് പേഴ്സണലി അറിയാവുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് പറയാം, എന്താന്ന് ചോദിക്കും. എന്നിട്ട് കടുമുടുന്ന് എന്തെങ്കിലും പറയും. എന്നിട്ട് ഭാര്യനെ കുറെ കുറ്റാന്ന് പറയും, നീ അങ്ങനെയാണ്, നീ ഇങ്ങനെയാണ്, അതാണ് ഇതാണെന്നൊക്കെ. എന്നിട്ട് ഇയാള് ഈ പറയുന്ന നാട്ടിലുള്ള ഈ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന സ്ത്രീകൾക്കും, പിന്നെ കുറെ എല്ലാ യൂട്യൂബ് താഴെ നോക്കിയാലും കുറെ ഇങ്ങനെ ഞരമ്പ് തെറ്റിക്കിടക്കുന്ന കുറെ പെണ്ണുങ്ങളും കുറെ ആണുങ്ങളും ഉണ്ട്. നമ്മൾ ഏത് വീഡിയോയുടെ അടി കണ്ടാലും കുറേ ബാഡ് കമന്റ് എഴുതിയിടുന്നവരുണ്ട്. കുറേ ഇങ്ങനെ ഒരുമാതിരി ആരെ കണ്ടാലും അവരുടെ പുറകെ പിന്നെ അന്വേഷിച്ച് പിടിച്ചു പോകുന്ന കുറെ ടീമുകളുണ്ട്. ആണുങ്ങളുണ്ട്, പെണ്ണുങ്ങളുണ്ട്. അങ്ങനെ ഇങ്ങനെ ഒരുമാതിരി പിന്നെ കാമം കൊണ്ട് കണ്ണ് കാണാൻ പറ്റാത്ത കുറെ എല്ലാത്തരം മനുഷ്യരും ഈ സമൂഹത്തിലുണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഉള്ള കുറെ പുരുഷന്മാരുണ്ട്, സ്ത്രീകളുണ്ട്. ഭയങ്കര എനിക്കൊക്കെ പേഴ്സണലി അറിയാം. ഒത്തിരി ഞാനിങ്ങനെ മെഡിക്കൽ ഫീൽഡ് ആയതുകൊണ്ട് നമ്മൾ എക്സ്പോസ് ആവുന്ന ഒരു ഫീൽഡാണല്ലോ. ഒത്തിരി പേരുമായിട്ട് ഡെയിലി ഇന്ററാക്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്കറിയാം കുറേ പേരുടെ സ്വഭാവം നമുക്കറിയാം. പിന്നെ നമ്മൾ സൈക്കോളജി പഠിക്കുന്നുണ്ട്. അപ്പൊ നമുക്കറിയാം ഓരോരുത്തരുടെ ബിഹേവിയറും അവരുടെ ബോഡി ലാംഗ്വേജും അവരുടെ ആറ്റിറ്റ്യൂഡും ഒക്കെ ഏത് രീതിയിലാണ്. അപ്പൊ ഇങ്ങനെ ഒരുമാതിരി ഓവർ കാമപ്രാന്തുള്ള കുറെ പേരുണ്ട്. മറ്റുള്ളവരെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചിരിക്കുന്ന കുറെ പേരുണ്ട്. പണത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന കുറച്ച് പേരുണ്ട്. പിന്നെ ഫാമിലി ബന്ധങ്ങൾക്കൊന്നും ഒരു വിലയും കൽപ്പിക്കാതെ യൂസ് ആൻഡ് ത്രോ എന്നുള്ള മെത്തേഡുമായിട്ട് നടക്കുന്ന കുറെ പുറമേ ഭയങ്കര നല്ലവരായിട്ട് ആക്ട് ചെയ്യുന്ന ഇതുപോലെയുള്ള കുറെ മോട്ടിവേഷൻ സ്പീക്കേഴ്സ് ഉണ്ട്. അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ ഇതില് ഈ പറഞ്ഞ കക്ഷി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാര്യയ്ക്ക് അനുവാദമില്ല, ഫോൺ വിളിക്കാൻ സമ്മതിക്കത്തില്ല, ഫോൺ വിളിച്ച് എടുക്കത്തില്ല. ഉടനെ കുറെ നേരം കഴിയുമ്പോൾ വാട്സപ്പിൽ വന്നിട്ട് എന്താന്ന് ചോദിക്കും. അത് കഴിഞ്ഞ് ഭാര്യ എന്തെങ്കിലും സങ്കടമോ വിഷമങ്ങളോ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 1000 കുറ്റാന്ന് പറയും. നീ അങ്ങനെയാണ്, നീ ഇങ്ങനെയാണ്, നീ എന്നാ ഒരു 8 വർഷം മുമ്പ് 5 വർഷം മുമ്പ് എന്തെങ്കിലും ഭാര്യ എന്തെങ്കിലും പറഞ്ഞൊരു കാര്യം എടുത്തിട്ടിട്ട് നീ അങ്ങനെയാണ്, നീ ഇങ്ങനെയാണ്, നീ സംശയരോഗിയാണ്, നിനക്ക് സ്നേഹമില്ല, നീ എനിക്ക് കാശ് തരാറില്ല, അങ്ങനെയില്ല ഇങ്ങനെയില്ല എന്ന് പറഞ്ഞ കുറേ കുറ്റം പറയും. അപ്പൊ ആ സ്ത്രീ അനുഭവിക്കുന്ന, ഒറ്റപ്പെട്ട് കഴിയുന്ന ഒരു സ്ത്രീയാന്ന് ഓർക്കണം, അവരനുഭവിക്കുന്ന ഒരു വിഷമം. എന്നിട്ട് ഈ കക്ഷി, ഈ മോട്ടിവേഷൻ സ്പീക്കർ പിറ്റേ ദിവസം ചാനലിൽ കയറിയുന്ന ഘോരം പ്രസംഗിക്കും. ഇപ്പൊ നമ്മൾ ഈ കണ്ട ഈ മോട്ടിവേഷൻ സ്പീക്കർമാരെ പോലെ, സ്പീക്കറുകളെ പോലെ എങ്ങനെ ഘോരം പ്രസംഗിക്കും. ഒരു നല്ല ഭർത്താവാകാനുള്ള ഗുണങ്ങൾ ഇന്നത് നമ്പർ ഇങ്ങനെ ഇട്ടിട്ടെടുക്കും. നിങ്ങൾ നിങ്ങളുടെ ഭാര്യയുടെ ഇമോഷൻസ് മനസ്സിലാക്കണം, നിങ്ങളുടെ ഭാര്യയുടെ സങ്കടങ്ങളെ കേൾക്കണം, നിങ്ങൾ അവളെ കേൾക്കണം. അവൾക്ക് ചിലപ്പോൾ ദേഷ്യ സങ്കട വിഷമങ്ങളും ഉണ്ടാവും. അവളെ ഒറ്റപ്പെടുത്തരുത്, കുറ്റപ്പെടുത്തരുത്, ഇതൊക്കെ പറയും. എന്നിട്ട് ഇയാൾ റിയൽ ലൈഫിൽ കാണിക്കുന്നത് ഇത്. ഇപ്പൊ നമ്മൾ ഇത് കണ്ടപ്പോ ഞാൻ ഇയാളെ കുറിച്ച് ആലോചിച്ചു കേട്ടോ. ഇങ്ങനെയുള്ള കുറേ എണ്ണങ്ങളുണ്ട്. അതുപോലെ പിന്നെ മോട്ടിവേഷനെ കുറിച്ച്, അതായത് ഫാമിലി ലൈഫിനെ കുറിച്ച് കൗൺസിലിംഗ് കൊടുക്കുന്ന ഈ കക്ഷി തന്നെ പിന്നെ ഒരു അന്യന്റെ ഭാര്യനെയും കൂട്ടി കറങ്ങി നടക്കലാണ് പണി. പിന്നെ ഈ ഇൻബോക്സിൽ വരുന്ന പെണ്ണുങ്ങളോട് മുഴുവൻ പച്ചാരി അടിക്കുക, അത് വേറെ കാര്യം. അത് മാത്രമല്ല, ഇയാൾ പോയിട്ട് വേറെ ഒരുത്തന്റെ ഭാര്യനെ കാണാൻ വേണ്ടി വേറെ ഒരുത്തന്റെ
ഭാര്യനെ കാണാൻ വേണ്ടി ഇയാള് കാറും എടുത്തുകൊണ്ട് പിന്നെ കണ്ട മാളുകളിൽ കൂടെയൊക്കെ പോവുക, വേറെ ഒരുത്തന്റെ ഭാര്യനെ കറക്കി തിരിച്ചുകൊണ്ട് നടക്കുക, സിനിമ കാണുക, ഫുഡ് കഴിക്കുക. ഇയാളുടെ സ്വഭാവം അനുസരിച്ച് എനിക്ക് പേഴ്സണലി അറിയാവുന്നതുകൊണ്ട് പറയാം, അയാളുടെ സ്വഭാവം അനുസരിച്ച് അയാൾ ഒരിക്കലും കയ്യിൽ നിന്ന് കാശെടുക്കത്തില്ല. ഒരു ഭാര്യന്റെ ചെലവിലായിരുന്നു കഴിഞ്ഞോണ്ടിരുന്നത്. അപ്പൊ ഭാര്യന്റെ ചെലവിൽ കഴിയുന്ന ഒരാള് വേറെ ഒരു സ്ത്രീക്ക് വേണ്ടിയിട്ട് ഉദാരമായിട്ടൊന്നും ചെയ്യത്തില്ല. അപ്പൊ ഇപ്പൊ ഇങ്ങനെ ഈ വളച്ചു പിടിച്ചോണ്ട് നടക്കുന്ന പെണ്ണുങ്ങളുടെ അടുത്തുനിന്ന് കാശ് മേടിച്ചിട്ട് അവരുടെ ചെലവിലായിരിക്കും സിനിമയൊക്കെ കണ്ട് നടക്കുന്നതും ഫുഡ് അടിക്കുന്നതും. എന്നിട്ട് ഇവര് കാറെ കയറ്റിക്കൊണ്ട് പോകാൻ നടക്കുക. അപ്പൊ പിന്നെ ഒരാണും പെണ്ണും ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടക്കുമ്പോൾ അതിന്റെ ബാലൻസ് എന്താണെന്ന് നമുക്ക് ചിന്തിക്കാമല്ലോ. അവര് സെക്സ് റിലേഷനും സെക്സിലേക്ക് പോകാൻ വേണ്ടി തന്നെയാണ് അവർ ആ കളികളെല്ലാം കളിക്കുന്നത്. സുഹൃത്തുക്കളാണെങ്കിലും ഭർത്താവില്ലാതെ ഭാര്യനെ മാത്രം കൂട്ടിക്കൊണ്ട് നടക്കേണ്ട ആവശ്യമില്ലല്ലോ, അങ്ങനെ കണ്ട മാളുകളിൽ കിടക്കെ. എന്നിട്ട് ഈ ഭാര്യനെ അറിയാവുന്നവർ ഇതിന്റെയൊക്കെ ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്തിട്ട് അയച്ചു കൊടുത്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇയാളോട് ഭാര്യ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇയാൾ നൂറ് കാര്യങ്ങൾ. ആദ്യം അയാൾ മെസ്സേജ് വിട്ടു, ഭാര്യയ്ക്ക് മെസ്സേജ് വിട്ടു, അവരെന്നെ ഒന്ന് കാണണം എന്ന് പറഞ്ഞോണ്ട് ഞാൻ പോയതാണ്. ഒട്ടനെ തന്നെ അയാളത് ഡിലീറ്റ് ഫോർ എവരി വൺ കൊടുത്തു. ഈ ഭാര്യ അത് വായിച്ചു. അപ്പോഴത്തേക്ക് ഈ ഭാര്യ അത് വായിച്ചതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എന്നിട്ട് ഇയാള് പിന്നെ കുറേ നുണകൾ പറയാൻ തുടങ്ങി. അങ്ങനെയാണ് ഇങ്ങനെയാണ്, എനിക്ക് പരിചയമുള്ള കൊച്ചാണ്, ഞാൻ അന്ന് സിനിമ കാണാൻ പോയപ്പോ കണ്ടൂന്നേ ഉള്ളൂ, മിണ്ടീന്നേ ഉള്ളൂ, അങ്ങനെ 100 നുണകള്. അപ്പം പിന്നെ ഭർത്താവിന് വരാൻ പറ്റിയില്ല. എന്നിട്ട് ഭാര്യ പിന്നെ ഭർത്താവിനെ വിളിച്ചു. ഫോൺ വിളിച്ചപ്പം പിന്നെ ഞങ്ങൾ സംസാരിച്ചു, ഇനി ഒരു ദിവസം ഭർത്താവിനെ കാണാന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് 100 നുണകൾ പറഞ്ഞ് ഭാര്യനെ മാനിപ്പുലേറ്റ് ചെയ്യുക. ഇങ്ങനെ അതായത് ഫാമിലി കൗൺസിലിംഗ് കൊടുക്കുന്ന ഘോര മോട്ടിവേഷൻ. ഇപ്പൊ ഈ സംഭവം കണ്ടില്ല, അതുപോലെ മോട്ടിവേഷൻ സ്പീക്കിംഗ് നടത്തുന്ന ഒരു താരമാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്ന് ഓർക്കണം. അപ്പൊ ഇതൊക്കെ അറിയുന്ന ആ ഭാര്യയുടെ ഒരു മാനസിക വിഷമം, അവര് ഇത്രയും കാലം എന്താണ് അപ്പൊ ഒരു ബന്ധത്തിന്, ഒരു വിവാഹ ബന്ധത്തിനൊക്കെ ഇവര് കൊടുക്കുന്ന ഒരു മാന്യത, ഒരു സ്ത്രീയെ എന്തോരം ടോർച്ചർ ചെയ്യാം, എന്തോരം മാനസികമായിട്ട് വിഷമിക്കാം, എന്തോരം ചതിക്കാം, വഞ്ചിക്കാം, ഇതെല്ലാം ചെയ്യാം എന്നാണ് കുറേ പുരുഷന്മാര്. പിന്നെ കുറേ സ്ത്രീകൾ ഇതേ രീതി തന്നെ ഉണ്ട് കേട്ടോ. എല്ലാം കാണിച്ചു കൂട്ടിയിട്ട് ഒന്നും അറിയാത്ത വിധത്തില് വേറെ കുറേ ബന്ധങ്ങൾ ഉണ്ടാക്കി അതിന്റെ ഇടയ്ക്കോടെ ഭർത്താവിനോടും ഭയങ്കര നല്ലതായിട്ട് നിൽക്കുന്ന പൊതുവേ പറയുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ. ഭയങ്കരമായിട്ട് ഇങ്ങനെ ഭാര്യ ഭർത്താവിനെ പ്രശംസിക്കുന്നു, ഭർത്താവ് ഭാര്യയെ പ്രശംസിക്കുന്നു. അങ്ങനെയുള്ളവർ ഭയങ്കര കുറെ ഫേക്ക് റിലേഷൻഷിപ്പ് ആയിരിക്കും. കാരണം അവരതിന്റെ ഇടയ്ക്ക് 10% പേര് നല്ലവരായിരിക്കും കേട്ടോ. അവര് നല്ലവരായതുകൊണ്ടാണ് അങ്ങനെ പ്രശംസിക്കുന്നത്. പക്ഷെ ഒരു 90% പേര് ഫേക്ക് റിലേഷൻഷിപ്പ് ആയതുകൊണ്ടാണ് ഇങ്ങനെ അടിയില്ല, പിടിയില്ല, വഴക്കില്ല, ഒന്നുമില്ല, ഭാര്യയ്ക്ക് കംപ്ലൈന്റ് ഇല്ല, ഭർത്താവിന് കംപ്ലൈന്റ് ഇല്ല, ഒന്നുമില്ല. അവരെപ്പോഴും പ്രശംസിച്ചുകൊണ്ട് നടക്കുന്നു. നിറച്ച് ഫോട്ടോ വാരി കോരിയിടുന്നു, ഹസ്ബൻഡിനെ കെട്ടിപ്പിടിക്കുന്നു, വൈഫിനെ കെട്ടിപ്പിടിക്കുന്നു, നിറച്ച് ഫോട്ടോസ് ഇടുന്നു, അങ്ങനെ ആഘോഷിക്കുന്നു. എന്നിട്ട് പക്ഷെ അത് ഫേക്ക് റിലേഷൻഷിപ്പ് ആയിരിക്കും. ഭർത്താവിന്റെ ഇഷ്ടം പോലെ ബന്ധങ്ങൾ ഇൻസൈഡിൽ ഉണ്ടാക്കുന്നുണ്ടാവും. വിശ്വാസം അതല്ലേ എല്ലാം ഭാര്യനെ വിശ്വസിപ്പിച്ചു. ഭാര്യ ഇഷ്ടം പോലെ റിലേഷൻസ് വേറെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും, ഭർത്താവിനെ വിശ്വസിപ്പിച്ചു വെച്ചിട്ടുണ്ടാവും, നിങ്ങൾ നല്ലവനാണ്, അങ്ങനെയാണ്. എനിക്ക് പേഴ്സണലി അറിയാവുന്ന ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഉണ്ട് കേട്ടോ. ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ ഇതേ മെത്തേഡാണ് അവർ ഫോളോ ചെയ്യുന്നത്. എന്നിട്ട് ഈ ഹസ്ബൻഡ് എന്ത് ചെയ്യും, ഹോസ്റ്റലിലുള്ള ബാക്കിയുള്ള പെൺപിള്ളേർക്ക് മുഴുവനും പിന്നെ രാത്രി ഇരുന്ന് മെസ്സേജ് ഇടും. ഈവൻ എനിക്കൊക്കെ മെസ്സേജ് ഇട്ടിട്ടുണ്ട്. പാതിരാത്രി പലകാലമൊക്കെ ഇരുന്നിട്ട് മെസ്സേജ് ഇടും. അങ്ങനെയാണ് ഇങ്ങനെയാണ്, അതാണ് ഇതാ, പഞ്ചാരി അടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ. അപ്പൊ നമുക്ക് പിന്നെ എന്താ പറയാ, നമ്മളതിനെ ബ്ലോക്ക് ചെയ്ത് കളയും, അല്ലെങ്കിൽ നമ്മൾ അതിന് നിൽക്കത്തില്ല. ഭാര്യയോട് പറഞ്ഞ് ഇനി അവരുടെ സമാധാനം കെടുത്തണ്ടെന്നോർത്ത് നമ്മൾ പറയത്തില്ല. പക്ഷെ നമ്മൾ ബാക്കിയുള്ളവരോട് ഡിസ്കസ് ചെയ്യും, ഇവൻ എന്നെ ചെറ്റിയാ, അങ്ങനെ നമ്മൾ പറയും. എന്നിട്ട് ഭാര്യനെ കൊണ്ടുനടക്കുന്നതും പിന്നെ ഷോഫ് കാണിക്കുന്നതും കണ്ടാല് ആ ഭാര്യ പാവം ഇതെല്ലാം വിശ്വസിച്ച് എന്റെ ചേട്ടായി എന്റെ ചേട്ടൻ എന്നും പറഞ്ഞുകൊണ്ട് ചത്ത് കിടക്കുമായിരിക്കും. പക്ഷെ ഇയാള് രാത്രി ഇരുന്നിട്ട് ഒരാൾക്കല്ല രണ്ടാൾക്കല്ല കുറേ പെണ്ണുങ്ങൾക്ക് ഇങ്ങനെ ധാരധാരയായിട്ട് മെസ്സേജ് വിടുക, അങ്ങനെയൊക്കെയുള്ള കുറേ ഫ്രോഡ് മനുഷ്യര് അടങ്ങിയതാണ് നമ്മുടെ സമൂഹം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കണ്ണ് തുറന്നു വെച്ച് ഇത്തരത്തിലുകാരുടെ ഒരാളുടെ വലയിൽ വീഴാതെ നമുക്കൊരു അന്തസ്സുണ്ട്, അഭിമാനമുണ്ട്. ആ രീതിയിൽ നമ്മുടെ സന്തോഷങ്ങൾ കണ്ടെത്തി നമ്മുടെ മെന്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തും ഒക്കെ കണ്ടെത്തി മര്യാദയ്ക്ക് ജീവിച്ച് അന്തസ്സായിട്ട് മരിക്കുക. അതാ വേണ്ട. അല്ലാതെ ഈ കുറേ പേരുടെ പുറകെ പോയി കുറേ റിലേഷനിൽ ചാടി അത് കഴിഞ്ഞിട്ട് അവരെ ചതിച്ച് ഇവരെ ചതിച്ച് അങ്ങനെ ഒരു കാരണവും ഇല്ലാതെ, അല്ലെങ്കിൽ അത്രയ്ക്ക് തക്കതായ ഇപ്പം ഭാര്യ പിന്നെ ഭർത്താവിനെ പിന്നെ ചതിച്ച് പലരുടെ കൂടെ സെക്സ് റിലേഷനൊക്കെ നടക്കുന്നു. അതൊക്കെ ഒരു തക്കതായ കാരണമാണ് അല്ലെ. അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് ചിലപ്പോൾ പകരം വിട്ടണം തോന്നാം, അല്ലെങ്കിൽ നമുക്ക് ആ റിലേഷൻ വേണ്ടാന്ന്. അല്ലാതെ ഭാര്യ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു, ഭാര്യ ഒന്ന് പിണങ്ങി, അല്ലെങ്കിൽ ഭർത്താവ് ഒന്ന് പിണങ്ങി, അല്ലെങ്കിൽ ഭർത്താവ് അത് പറഞ്ഞു, അപ്പോഴത്തേക്കും പോയിട്ട് മറ്റൊരാളുടെ ബന്ധം കണ്ടുപിടിച്ച് അവരെ കറക്കി കൊണ്ടെടുക്കുക, അവരുമായിട്ട് സെക്സ് റിലേഷൻ നടത്തുക. എന്നിട്ട് ഇതെല്ലാം മാനിപ്പുലേറ്റ് ചെയ്ത് മറ്റുള്ളവരെ ഇതെല്ലാം ബോധ്യപ്പെടുത്തി നല്ലവനാണെന്ന് ആക്ട് ചെയ്യുക, ഭയങ്കര മോട്ടിവേഷൻ കൊടുക്കുക, അല്ലെങ്കിൽ ഭാര്യ ഉപദ്രവിക്കുക, ഭയങ്കരമായിട്ട് കഴുത്തെ കുത്തിപ്പിടിക്കുക, ഇതുപോലെ
ഇപ്പൊ നമ്മൾ കണ്ട പോലെ അടിക്കുക ഇടിക്കുക ഇതെല്ലാം ചെയ്തിട്ട് ഭയങ്കര മാന്യനാണെന്ന് ആക്ട് ചെയ്തിട്ട് സമൂഹത്തിൽ വന്ന് പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഈ ചാനലിലൊക്കെ പ്രഭാഷണം നടത്തുന്നതും എല്ലാം ചെയ്യുന്നത് പൈസയ്ക്ക് വേണ്ടി തന്നെ ആയിരിക്കുമല്ലേ ഇവര്. അപ്പൊ പണം ഉണ്ടാക്കുക, പണം പിരിക്കുക, അങ്ങനെ കൗൺസിലിംഗ് കൊടുക്കുക, പണം പിരിക്കുക, അല്ലെങ്കിൽ ചാരിറ്റി ഉണ്ടാക്കുക, പണം പിരിക്കുക, അല്ലെങ്കിൽ യൂട്യൂബിൽ വീഡിയോ ഇടുക, പിന്നെ ഡോളർ സമ്പാദിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്തതിൽ എന്ത് അന്തസ്സാ ഉള്ളത് അല്ലെ. ഒരു നാളല്ലെങ്കിൽ 2 നാൾ അല്ലെങ്കിൽ എത്ര നാൾ കഴിയുമ്പോൾ ഇത് പുറത്തു വരും. എന്ത് തെറ്റ് ചെയ്താലും പുറത്തു വരും. എല്ലാ ഭാര്യമാരും ഈ ഭർത്താക്കന്മാരുടെ അക്രമമൊന്നും ഒരു പരിധി വരെ സഹിക്കത്തില്ല. കുറച്ചു പേര് മാത്രം ഒട്ടും മെന്റൽ ഹെൽത്ത് ഇല്ലാത്ത ഒരു ആത്മഹത്യ ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുക അങ്ങനെ. പക്ഷെ ഇന്നത്തെ കാലം അങ്ങനെയല്ല. ഒരാളെങ്കിൽ ഒരാൾ ധൈര്യം കൊടുക്കാണ്ട് അവർ സ്വയം ധൈര്യം ഉണ്ടാവും. സ്ത്രീകളെ സംബന്ധിച്ച് പ്രത്യേകിച്ചും അവരൊരു 10 പേരോട് അത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടാവും. ആ 10 പേര് 20 പേരോട് പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ഈ മാന്യരായ ഇവര് ഇങ്ങനെ മാന്യത കളിച്ച് നടക്കുന്നുണ്ടെങ്കിലും ഇവരറിയുന്നില്ല ചുറ്റോട് ചുറ്റും എല്ലാവരും ഇവരെ കണ്ട് ചിരിച്ച് പരിഹസിച്ച് അവരൊരു 10 പേരോട് ആ 10 പേരോട്. ലേഡീസിന്റെ സ്വഭാവം അറിയാലോ, നമ്മളൊരു ന്യൂസ് കിട്ടിയാൽ എന്തായാലും നമ്മൾ മറ്റുള്ളവരോട് അത് ഷെയർ ചെയ്യും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. എടിമോളെ ഇവളുടെ കെട്ടിയവനുണ്ടല്ലോ അവനൊരു പരച്ചേറ്റ്. ആ സ്ത്രീ ആയിരിക്കില്ല ആര് കുറ്റം പറയുന്ന, ആ സ്ത്രീയുടെ വേദനയുടെ ഭാഗത്തെ എല്ലാ സ്ത്രീകളും നിൽക്കത്തുള്ളൂ. അങ്ങനെ ഇത്തരം തെറ്റുകൾ ചെയ്യുന്നവരുടെ ഇടയ്ക്ക് ഈ പെണ്ണ് പിടിക്കാൻ പോകുന്നവരുടെ കാര്യം പറയുന്നത്, അല്ലെങ്കിൽ മറ്റുള്ളവന്റെ ഭാര്യനെ കറക്കിക്കൊണ്ട് നടക്കുന്ന പിന്നെ ഭർത്താക്കന്മാരുള്ള ആരെയും ഒരു ഭാര്യയും സപ്പോർട്ട് ചെയ്യില്ല. അങ്ങനെ ഭാര്യമാർക്ക് ആ വേദന മനസ്സിലാവും വളരെയധികം. ചിലപ്പോൾ പുരുഷന്മാർ സപ്പോർട്ട് ചെയ്യും. അവളങ്ങനെ ആയതുകൊണ്ടായിരിക്കും, അവളിങ്ങനെ ആയതുകൊണ്ടായിരിക്കും, അവനെ ഇഷ്ടമുള്ളിടത്തോടെ പോയിക്കോട്ടെ അങ്ങനെയൊക്കെ പറയും. പക്ഷെ സ്ത്രീകൾ സപ്പോർട്ട് ചെയ്യില്ല. അപ്പൊ ഈ സ്ത്രീകൾ പറയുന്നത് എന്തായിരിക്കും, കണ്ടില്ല അവൻ എന്തൊരു ചെറ്റയാന്ന് പറഞ്ഞ 10 പേരോട് ആ സ്ത്രീകൾ പറയും. ഞാനിപ്പോ എനിക്കിങ്ങനെ ഒരു ന്യൂസ് കേട്ടാൽ ഞാൻ പേര് ഊരൊന്നും ചിലവരുടെ പറയത്തില്ല. എന്റെ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ എന്റെ സബ്സ്ക്രൈബേഴ്സ് എന്നോട് സങ്കടം പറയുമ്പോൾ ഞാൻ നിങ്ങളോട് തന്നെ അവരെ പേരും ഊരും ഒന്നും വെളിപ്പെടുത്താൻ അവർ വോയിസ് വരെ ഞാൻ ഇടാറുണ്ട്. പക്ഷെ അവരുടെ വോയിസ് ചേഞ്ച് ആക്കിയിട്ട് ഇടുന്നത്, കുറച്ച് മോഡുലേഷൻ ചേഞ്ച് ആക്കിയിട്ട്. കാരണം സഡൻലി അവരെ ആരും കണ്ടുപിടിക്കരുത്, അതുകൊണ്ട് പേര് ഊരൊന്നും ഞാൻ പറയത്തില്ല. അപ്പൊ നമുക്കത് പറയാനുള്ള ടെൻഡൻസി ഇല്ലേ. അതുപോലെ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനോട് പറയില്ലേ ആ പാവം സ്ത്രീ അവൾ അനുഭവിക്കുന്ന കണ്ടോന്നും. അങ്ങനെ ഇത്തരക്കാരുടെ ഗുണവതിയാരും ഒക്കെ എല്ലാവരും അറിയും. അത് മാത്രമല്ല സ്ത്രീകൾക്ക് ധൈര്യം വരും. ഒരു പരിധി കഴിയുമ്പോൾ സ്ത്രീകൾക്ക് തരുമ്പോൾ എല്ലാം ഓപ്പൺ ആയിട്ട് വെട്ടി തുറന്ന് പറയും. പിന്നെ വെട്ടൊന്ന് മുറി രണ്ടെന്നായിരിക്കും അവരുടെ നേച്ചർ. അവരെല്ലാം ഇവരെയൊക്കെ ഭയങ്കരമായിട്ട് എക്സ്പോസ് ചെയ്ത് കളയും. കുറെ ക്ഷമിക്കും ആ സ്ത്രീ, എന്താവുമെന്ന് നോക്കാം നമുക്ക്, അല്ലെങ്കിൽ ഇവര് മര്യാദക്കാരാവോ, മര്യാദയ്ക്ക് ഇവര് വീണ്ടും സ്ത്രീനെ സ്നേഹിക്കോ, ഭാര്യനെ സ്നേഹിക്കോ, കെയർ ചെയ്യോ, മര്യാദയ്ക്കെല്ലാം ഉപേക്ഷിച്ചിട്ട് മര്യാദയ്ക്ക് നിൽക്കുമോ എന്ന് അറിയാൻ വേണ്ടി കുറെ കാലം എല്ലാ സ്ത്രീകളും ക്ഷമയുടെ നെല്ലിപ്പലക കാണുന്നവരുണ്ട്. ആദ്യം തന്നെ ആത്മഹത്യ ചെയ്യുന്നവരുണ്ട്, ഇല്ല ആദ്യം തന്നെ ഇത് വെട്ടി തുറന്ന് പറഞ്ഞ് റിയാക്ട് ചെയ്യുന്നവരുണ്ട്. അപ്പൊ ഇപ്പൊ നമ്മൾ കാണുന്ന ഈ പ്രശ്നത്തിൽ ഈ സ്ത്രീ കുറെ സഹിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ആ സ്ത്രീയുടെ ഒരു വേ ഓഫ് ടോക്കിങ്ങും കാര്യങ്ങളും ഒക്കെ കേൾക്കുമ്പോൾ എന്തായാലും സന്തോഷമായിട്ട് പോകുന്ന ഒരു ഫാമിലി ലൈഫിൽ ഒരു ഹസ്ബൻഡിനെ കരിവാരി തേച്ച് ഇതുപോലെ കേസ് കൊണ്ട് കൊടുക്കാനും പബ്ലിക് ആക്കാനും വീഡിയോ എടുക്കാനും എല്ലാം ചെയ്യാൻ ഒരു ഭാര്യ നിൽക്കത്തില്ല, ഇല്ലേ. കുറേയൊക്കെ ഒരു കെയർ സ്നേഹം കൊടുക്കുന്നുണ്ടെങ്കിൽ എല്ലാ ഭാര്യയും എല്ലാ വീട്ടിലും കുറെ പ്രശ്നങ്ങളുണ്ട്, അടിയും പിടിയും വഴക്കൊക്കെ ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. അതൊക്കെ എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യും കുറെയൊക്കെ. പക്ഷെ പരിധി വിട്ട് കഴിയുമ്പോൾ അവരുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന വിധത്തിൽ, അല്ലെങ്കിൽ അവരെ പിന്നെ അവരുടെ ലൈഫേ ഇല്ലാതാക്കുന്ന വിധത്തിൽ തെറ്റ് ചെയ്യുമ്പോൾ എല്ലാ ഭാര്യമാരും പ്രതികരിക്കാൻ തുടങ്ങും. അങ്ങനെ പ്രതികരിച്ച ഒരു കേസ് കേട്ട് കണ്ടപ്പോൾ ഞാൻ ഈ മോട്ടിവേഷൻ സ്പീക്കറെ കുറിച്ച് ആലോചിച്ചു പോയിട്ട്, വെറും ഫ്രോഡായിട്ട് കാശിന് വേണ്ടിയിട്ട് ആ കൂടെ കാമഭ്രാന്ത് കയറിയിട്ട് സ്ത്രീകളെ ഒക്കെ ഇങ്ങനെ സെക്ഷലി യൂസ് ചെയ്ത് മാനിപ്പുലേറ്റ് ചെയ്ത് കൊണ്ടു നടക്കുന്ന വളരെ ടോക്സിക് ആയിട്ടുള്ള ഒരു ഹസ്ബൻഡ്. അങ്ങനത്തെ കുറേ കേസ് കേട്ടുള്ള എനിക്കറിയാം. നമുക്ക് ഓരോരോ വീഡിയോയിലായിട്ട് ഇത്തരക്കാരെ കുറിച്ച് കൂടുതലായിട്ട് പറയാം. പിന്നെ അത്തരക്കാരെ കുറിച്ച് ഇപ്പം പേഴ്സണലി നിങ്ങൾക്ക് അറിയണമെങ്കിൽ എനിക്ക് പേഴ്സണലി മെസ്സേജ് വിടും. ഞാൻ അതാരാ എന്താ ഏതാന്നൊക്കെയുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. പക്ഷെ നമുക്കതൊരു പബ്ലിക്കാക്കി ഇതുപോലെ പറയേണ്ട. പബ്ലിക്കാക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പം, പബ്ലിക്കായിട്ട് നമ്മൾ ഒരാളുടെ നെയിമോ പിന്നെ അവരുടെ ഇതോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേസ് കൊടുക്കാം. പബ്ലിക്കായിട്ട് നമ്മൾ ഒരാളുടെ നെയിം അറിയാത്തിടത്തോളം കാര്യങ്ങൾ പറഞ്ഞു നിർത്താൻ ആർക്കും ആരെക്കുറിച്ചും കേസ് കൊടുക്കാനോ ഭീഷണിപ്പെടുത്താനോ ഒന്നും പറ്റത്തില്ല. പിന്നെ എന്താ പറയാ, പിന്നെ ധൈര്യപൂർവ്വം ഒരു സാക്ഷികളും സ്ത്രീകളും വന്ന് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതിന് പ്രൂഫ് ഉണ്ടെങ്കിൽ ആരൊക്കെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും കാര്യമില്ല. ഇപ്പൊ ഈ കേസ് കെട്ടി തന്നെ പിന്നെ ഈ ഒരു സ്ത്രീ വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട് അവിടെയുള്ള സംഗതികളും കാര്യങ്ങളും ഒക്കെ. അപ്പൊ അത് പ്രൂഫാണ്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ മോട്ടിവേഷൻ സ്പീക്കറുടെ കാര്യത്തിലാണെങ്കിലും ഇത് കണ്ടവര് അവർക്ക് വീഡിയോയും ഫോട്ടോസും എല്ലാം എടുത്ത് അയച്ചു കൊടുത്തു. അപ്പൊ അവർക്കത് പ്രൂഫ് ഉണ്ട്. അങ്ങനെയാണ് ആ സ്ത്രീ അത് ഓപ്പൺ ആയിട്ട് പറയാനുള്ള ധൈര്യം കാണിക്കുന്നത്. അങ്ങനെ വിത്ത് പ്രൂഫിൽ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് കോടതിയിൽ നിന്ന് പോലും നമുക്കതിന് ഇത് കിട്ടും, എന്താ പറയാ, പ്രൊട്ടക്ഷൻ കിട്ടും. അങ്ങനെയുള്ള കുറെ ഇന്നത്തെ കാലത്ത് ഇങ്ങനത്തെ പൊട്ടത്തരമൊക്കെ മനുഷ്യർ ചെയ്യുമെന്ന് ഞാൻ ആലോചിക്കുന്നത്. കാരണം എല്ലായിടത്തും CCTV, എല്ലായിടത്തും പ്രൂഫ് എടുക്കാൻ പറ്റും, എല്ലായിടത്തും പിന്നെ മൊബൈൽ CCTVകൾ എന്ന് വെച്ചാൽ നമുക്ക് തന്നെ നമ്മുടെ കണ്ണ് തന്നെ CCTV ആണ്. പ്ലസ് നമ്മുടെയൊക്കെ എല്ലാവരും അടുത്തും റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന മൊബൈലും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇതിന്റെ ഇടയ്ക്ക് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പാര വെച്ച് കൊടുക്കും. ആരും ഇപ്പം എന്താ പറയാ, സ്വന്തം തെറ്റ് ചെയ്യുന്നവർ പോലും ആണെങ്കിലും അന്യൻ ഒരുത്തീനെ കൊണ്ട് നടക്കണ
അവര് നേരെ എടുത്തിട്ട് ഭാര്യയ്ക്ക് അയച്ചു കൊടുക്കും. ദേ നിങ്ങളുടെ ഭർത്താവ് ഇങ്ങനെ നടക്കുന്നു എന്ന് പറഞ്ഞ്. അതാണ് ഈ കാലഘട്ടത്തിൽ ഇതുപോലെ പൊട്ടത്തരം ചെയ്യുന്നവരൊക്കെ ഉണ്ടല്ലോ എന്ന് ഞാനിങ്ങനെ ആലോചിക്കാം. മോട്ടിവേഷൻ സ്പീക്കർമാരെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാനിത് ഓർത്ത് പോയതാ കേട്ടോ. അപ്പൊ നമുക്ക് അതൊക്കെ വിടാം, നമുക്ക് നമ്മുടെ പണിയിലേക്ക് തിരിയാം. അടുത്ത് നമ്മുടെ കസ്റ്റമർക്ക് എന്താണ് നമുക്ക് കൊടുക്കേണ്ടത് എന്നുള്ള കാര്യം നമുക്ക് ആലോചിക്കാം അല്ലെ. എന്നിട്ട് നമുക്ക് പാക്ക് ചെയ്യാൻ ഭയങ്കര വിശക്കുന്നു. ഇനിയുണ്ടേ കുറെ. ഇനി ഒരു കാര്യം ചെയ്യാൻ ഷൂട്ട് ചെയ്യുന്നില്ല, ജസ്റ്റ് കാണിച്ചു തരാം നിങ്ങൾ എന്തൊക്കെ വെച്ചത്. ഇത് കണ്ടോ നമ്മുടെ കിച്ചൺ സിങ്ക് ക്ലീനർ. ഇത് ഒരു തരം ക്ലോത്ത് ആണ്. പിന്നെ കിച്ചൺ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ മുറിച്ച് നമുക്ക് എടുക്കാം, കൈകൊണ്ട് ഇങ്ങനെ മുറിച്ച് എടുക്കാം. പക്ഷെ ഇത് റീയൂസ് ചെയ്യാൻ പറ്റുന്ന പിന്നെ മൈക്രോ ഫൈബറിന്റെ ക്ലോത്ത് ആണ്, അടിപൊളിയാണ്. ഞാനത് നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് അടുപ്പ് തിരി പിന്നെ എന്താ മണ്ണെണ്ണ കഴിക്കുന്നതിന് പകരം നമുക്ക് തീ കത്തിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ലൈറ്ററും ഇതും ഉണ്ടെങ്കിൽ നമുക്ക് തീ കത്തിക്കാം. അതിനുണ്ട് ഒരു തിരി മതി. മെഴുക് തിരിയാണ്, മെഴുകൊക്കെ ഇതാക്കിയിട്ടുള്ള തിരിയാണ്. അപ്പൊ അത് വിറകൊക്കെ വെച്ചിട്ട് ജസ്റ്റ് കത്തിച്ചിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പതുക്കെ ഇങ്ങനെ കത്തി വിറകിന് തീ പിടിക്കും. അതാണ് അടുപ്പ് തിരി എന്ന് പറയുന്നത് കേട്ടോ. ഇത് നമ്മൾ പുറമൊക്കെ തേക്കുന്ന ബാത്ത് ബ്രഷ് എല്ലാവരും കഴിക്കുന്നുണ്ട് കേട്ടോ, അടിപൊളിയത്. ഇത് മൈക്രോ ഫൈബർ തന്നെയാണ് കേട്ടോ. മൈക്രോ ഫൈബറിന്റെ അഭിഷേകം നമ്മൾ എടുത്തിട്ടോ. ഇത് നല്ല ക്ലോത്ത് ആണ്, റീയൂസ് ചെയ്യാം. കഴിഞ്ഞിട്ട് ടേബിളൊക്കെ തുടയ്ക്കാം, കിച്ചണിലെല്ലാം തുടയ്ക്കാം. അങ്ങനെ ഇപ്പൊ നമുക്കൊരു പ്ലേറ്റ് ഒരാൾ ഗസ്റ്റുകൾ വരിക, നമുക്കൊന്ന് തുടച്ച് വൃത്തിയാക്കണം. മൈക്രോ ഫൈബർ അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ ഇതിനൊരു തണുപ്പും ഉണ്ട് കേട്ടോ. എപ്പോഴും അങ്ങനെ നനഞ്ഞു കഴിഞ്ഞ ഒരു തണുപ്പുണ്ട്. അങ്ങനെ ഇരുന്നത് ഇത് നനഞ്ഞിട്ടില്ല, നനയാൻ തന്നെ തണുപ്പുണ്ട്. അപ്പൊ ഇതാണ് കുറച്ച് പേര് യൂസ് ചെയ്യുക, കുറച്ച് പേര് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് നമുക്ക് പാക്ക് ചെയ്യണം. പിന്നെ അടുത്ത കസ്റ്റമർ ആവശ്യപ്പെട്ടിരിക്കുന്നത് കസ്തൂരി മഞ്ഞൾ 200 ഗ്രാം, വെട്ടിവർ കൂട്ട് പൗഡർ കണ്ടോ വാർക്കുന്ന അത് വീണ്ടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഒരു മൈക്രോ ഫൈബർ നമ്മുടെ ചവിട്ടി റൂമിലും ബാത്റൂമിലും എവിടെ വേണേലും ഇടാം, അങ്ങനെയുള്ള അത് നമുക്ക് പാക്ക് ചെയ്യണം. പിന്നെ ഈ മാറ്റ് മൈക്രോ ഫൈബറിന്റെയാണ്, വെള്ളം അബ്സോർബ് ആകും. അങ്ങനെ അപ്പൊ ഇതെല്ലാം നമുക്ക് ഈ കാർഡ്ബോർഡ് പാക്ക് ചെയ്യണം. ഇങ്ങനെ ഇനി കുറേ സാധനം കൂടി പാക്ക് ചെയ്യാനുണ്ട്. അപ്പൊ ഞാൻ ചോറിട്ടിട്ട് വേഗം ഇനി പാക്ക് ചെയ്യട്ടെ. നേരത്തെ ഞാൻ നെക്ലേസിന്റെ കാര്യം പറഞ്ഞില്ലേ, നമ്മൾ കുറെ പ്രൊഡക്റ്റുകൾ പുതിയത് കൊണ്ടുവന്നിട്ടുണ്ടെന്ന്. അതില് ഇത് കണ്ടോ, താമരയുടെ ഇതിൽ ഭയങ്കര ട്രെൻഡിങ് ആണ്. സെറ്റ് സാരിയുടെ കൂടെയോ അല്ലാതെ വേറെ ഏത് സാരിയുടെ കൂടെ ഉപയോഗിക്കാം. അങ്ങനെ നല്ല രസമുള്ളതാണ്. ഇതിന് കമ്മലും കൂടിയുണ്ട്. ഞാനിതൊന്ന് ഇട്ട് കാണിക്കാം ജസ്റ്റ്. ഇതുപോലത്തെ ടൈപ്പുകൾ നമ്മൾ പിങ്ക് ഉണ്ട്, റെഡ് ഉണ്ട്, അതുപോലെ ഈ ഒരു പച്ച കളറും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഈ ഡ്രസ്സിന്റെ കൂടെ എങ്ങനെയുണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമുക്ക് സാരിന്റെ ഒക്കെ കൂടെ ഉടുക്കാൻ പറ്റുന്ന നല്ല ടൈപ്പ് നെക്ലേസുകൾ കൊണ്ടുവന്നിട്ടുണ്ടെന്ന്. അതില് പച്ച കളറിന്റെ ആണ് ഇത്. ഇതിന് കമ്മലും കൂടി ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഈ പച്ച കമ്മലും ഇതുപോലത്തെ നെക്ലേസും. ഈ താമരയുടെ ഈ നെക്ലേസ് ഇപ്പൊ ഭയങ്കര ട്രെൻഡിങ് ആണ് കേട്ടോ. നല്ല ഭംഗി ഉണ്ടാകും സാരിന്റെ കൂടെ. ഏത് ടൈപ്പ്, ഇപ്പൊ സെറ്റ് സാരിയോ അല്ലാത്ത സാരികളോ ഏത് സാരിന്റെ കൂടെ നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. അടിപൊളിയല്ലേ എന്ന് നോക്കിക്കേ. ഇപ്പൊ ഈ ഡ്രസ്സിന്റെ കൂടെ ഇത് അത്ര മാച്ചായി പോകത്തില്ല, പക്ഷെ സാരിന്റെ കൂടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയാവും. വലിയ റേറ്റ് ഒന്നുമില്ല. ബാക്കി ഏത് പേജിൽ നിങ്ങൾ നോക്കിക്കോ, അതിൽ വെച്ച് നോക്കുമ്പോൾ അതിന്റെ ഒരു പകുതി റേറ്റിലായിരിക്കും നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റുകൾ സെയിൽ ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് മേടിക്കാം. ആവശ്യമുള്ളവർ വാട്സ്ആപ്പ് നമ്പറിലേക്ക് പോരെ. ഇതിന്റെ ഒരു പിങ്കും ഉണ്ട്, ഈ ഒരു പച്ച കളറുകളും ഉണ്ട്. അത് കുറെ എണ്ണം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ആവശ്യമുള്ളവർ പെട്ടെന്ന് പോരെ കേട്ടോ. പിന്നെ അതിന് തന്നെ ചുമപ്പ് കളറാണ് ഇത്. ഇതിനും കമ്മലും കൂടി ഉണ്ട്. അടിപൊളിയാണ്. പച്ചയും ചുമപ്പും പിങ്ക് 3 കളറാണ് നമ്മളുടെ അടുത്തുള്ള സ്റ്റോക്ക്. അപ്പൊ ആവശ്യമുള്ളവർ പോരേട്ടോ. ഇത് ഞാനൊന്ന് ജസ്റ്റ് ഇട്ട് കാണിക്കാം. ഇത് കണ്ടോ, നല്ല ഭംഗിയുള്ള നമ്മളെ ഒരു ചോക്കറായിട്ട് ഉപയോഗിക്കാം എന്നൊരു നെക്ലേസും ആണ് നമ്മുടെ താമരയുടെ. ഇപ്പൊ ഭയങ്കര ട്രെൻഡിങ് ആണല്ലോ. അതിന്റെ ചുമപ്പുണ്ട്, പിങ്ക് ഉണ്ട്, പച്ചയുണ്ട് നമ്മുടെ അടുത്തിട്ടോ സ്റ്റോക്ക് ഉണ്ട്. അപ്പം ആവശ്യമുള്ളവരെ കമ്മലും ഉണ്ട് കേട്ടോ. അപ്പൊ ഇതിപ്പോ ഈ കോഡ് സെറ്റിന്റെ കൂടെ അത്ര രസം ഉണ്ടാകത്തില്ല, പക്ഷെ ഒരു സാരിയുടെ കൂടെ, ഒരു സെറ്റ് സാരി അല്ലെങ്കിൽ മറ്റൊരു സാരിയുടെ കൂടെ ഇത് അടിപൊളിയായിട്ടിരിക്കും. ഞാൻ ഇതിന്റെയൊക്കെ ഷോർട്ട് വീഡിയോ സാരി ഇട്ട് കാണിക്കുകയും ചെയ്യാം. എന്തായാലും ഞാൻ ഓവറോൾ പറഞ്ഞേ ഉള്ളൂ. ആവശ്യമുള്ളവർ പോരെ കേട്ടോ. ഒത്തിരി സ്റ്റോക്ക് ഇല്ല എൻ്റെ അടുത്ത്, എന്നാലും അത്യാവശ്യമുണ്ട്. അപ്പൊ ആവശ്യമുള്ളവർ പെട്ടെന്ന് പോരെ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നല്ല ജിമിക്കി കമ്മലുകൾ ഉണ്ടെന്ന്. ഇതുപോലെ വലുപ്പമുള്ളതും ഞാൻ ഇട്ടേക്കുന്നത് പോലെ വലുപ്പം കുറവുള്ളതും വലുപ്പമുള്ളതും ഒക്കെ ആയിട്ട് നമ്മൾ നല്ല മെറ്റൽ പ്ലസ് ആ ഒരു റെഡ് സ്റ്റോൺ വരുന്ന, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കളർ കോമ്പിനേഷൻ. അങ്ങനത്തെ അതെല്ലാത്തിനോട് ചേർന്ന് പോകും. അങ്ങനത്തെ ജിമിക്കി കമ്മലുകളും നമ്മുടെ അടുത്തുണ്ട്. പിന്നെ ഞാൻ റിങ് ഇട്ട് കാണിക്കാമേ. ഇത് കണ്ടോ കൂട്ടുകാരെ, ഇതെന്ന് വെച്ചാ ഇപ്പൊ ആണുങ്ങളൊക്കെ ഇങ്ങനത്തെ സ്റ്റോൺ വെച്ച പിന്നെ റിങ്ങൾ ഇടൂലേ, ഇത് ലേഡീസിന്റെ സ്റ്റോൺ വെച്ച റിങ്ങൾ നല്ല രസമാണ്. ഞാൻ മോസ്റ്റ്ലി പുറത്ത് പോകുമ്പോൾ ഇട്ടുകൊണ്ട് പോകുന്നത് ഇങ്ങനെ ഏത് ഡ്രസ്സിനോട് ചേർന്ന് പോകുന്ന ലേഡീസിനുള്ള സ്റ്റോൺ വെച്ച ഇതുപോലത്തെ റിങ്ങുകളാണ്. ഇത് വലിപ്പം കൂട്ടവും കുറയ്ക്കുകയും ചെയ്യാം. അതുകൊണ്ട് ഏത് കളർ എടുത്താലും നിങ്ങൾക്ക് അത് സൂട്ടായി പോകും, ഏത് വിരലേ വേണേലും. കാരണം അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ളതാണ്. അപ്പൊ ഇതിന്റെ കുറെ കളറുകൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. പിങ്ക് ഉണ്ട്, റെഡ് ഉണ്ട്, അതുപോലെ പച്ചയുണ്ട്, അതുപോലെ നീലയുണ്ട്, അതുപോലെ വെള്ളയുണ്ട്. അങ്ങനെ കുറെ കളറുകൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. വേറെ കുറച്ച് കളറുകളും കൂടിയുണ്ട്. ഞാനത് ഫോട്ടോസ് എടുത്ത് കാറ്റലോഗിലേക്ക് ഇട്ടേക്കാം. അടിപൊളിയാണ് കൂട്ടുകാര്, നല്ല രസമുണ്ട്. ഭയങ്കര ഒരു എന്താ പറയാ, ക്ലാസി ലുക്ക് തോന്നുന്ന വിധത്തില്, എന്നാൽ കുറച്ച് മോഡേൺ ആയിട്ട്. ഇപ്പൊ ഇത് ഭയങ്കര ട്രെൻഡ് അല്ലേ, ഇങ്ങനെ എന്താ
കട്ടിയുള്ള മോതിരങ്ങള്, നല്ല ഭംഗിയുള്ള സ്റ്റോൺ വെച്ച വലിയ വലിയ മോതിരങ്ങള്, ഇത്രയും കാലം അത് പിന്നെ ജെന്റ്സ് ആയിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ അങ്ങനെയല്ല, അത് ലേഡീസ് ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ലേഡീസിന്റെ കല്ല് വെച്ച് ഇങ്ങനത്തെ വലിയ മോതിരങ്ങള് അടിപൊളിയാണ്. ഇപ്പൊ ജീൻസ് ടോപ്പിന്റെ ഒക്കെ കൂടെ ഒക്കെ ഇട്ട് അടിപൊളിയായിട്ടിരിക്കും. ഞാൻ കോഡ്സെറ്റിന്റെ കൂടെ ജീൻസിന്റെ ടോപ്പിന്റെ ഒക്കെ കൂടെ ഞാൻ ഇടാറുണ്ട്. അപ്പൊ ആവശ്യമുള്ളവര് കാറ്റലോഗിലേക്ക് പോരാട്ടോ. പിന്നെ ഭംഗിയുള്ള സ്റ്റോണിന്റെ കുറച്ച് കമ്മലുകളും കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. അതെല്ലാം ഞാൻ ഫോട്ടോ എടുത്തിട്ട് കാറ്റലോഗിലേക്ക് ഇട്ടാക്കാം, വന്ന് നോക്കിക്കോളൂ കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വളരെ പ്രയോജനമുള്ള മറ്റൊരു പ്രൊഡക്റ്റും കൂടി ഞാൻ പരിചയപ്പെടുത്തി തരാം. അതായത് ഡോൾഫിൻ പിന്നെ ടൂത്ത് ബ്രഷ് സ്റ്റാൻഡ്, അതാണ് ഇതിന്റെ പേര്. അപ്പം ഡോൾഫിന്റെ ഷേപ്പാണ്, കാരണമുണ്ട്. ഇത് കണ്ടോ, നമ്മൾ ഈ ബ്രഷും പേസ്റ്റും ഒക്കെ വെറുതെ ഓപ്പൺ ആയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രി ഇത് പാറ്റയും പല്ലിയൊക്കെ വന്ന് നക്കും. അത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അങ്ങനെ അപ്പൊ അതായിരിക്കും നമ്മൾ പിറ്റേ ദിവസം നേരെ എടുത്തിട്ട് ബ്രഷ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പൊ അതിന് വേണ്ടി ഇതുപോലെ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഡോൾഫിന്റെ ഷേപ്പുള്ള കവറിംഗ് ഉള്ള ഫുൾ കവർ ചെയ്ത് വെക്കാൻ പറ്റുന്ന നമുക്ക് പേസ്റ്റും ബ്രഷും ഒക്കെ ഇട്ട് വെക്കാൻ പറ്റുന്ന നല്ല വലിപ്പമുള്ള ഒത്തിരി എണ്ണം കൊള്ളൂട്ടോ ഇതിന്റെ അകത്ത്. അങ്ങനെയുള്ള നമുക്ക് ഡോൾഫിൻ ഒരു ആണി അടിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് സ്റ്റിക്ക് ചെയ്യുന്ന ആണിയാണെങ്കിലും ഓക്കെ, സ്റ്റിക്ക് ചെയ്യുന്ന കൊളുത്താണെങ്കിലും ഓക്കെ, ഇല്ലെങ്കിൽ ആണിയാണെങ്കിലും ഓക്കെ, എങ്ങനെയാണെങ്കിലും അതിലേക്ക് കൊളുത്തിടാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഹോളും കൊടുത്തിട്ടുണ്ട്. കൊളുത്തിയിടുകയും ചെയ്യാൻ മാത്രമല്ല നല്ല ഭംഗിയുണ്ട്. ഇതിന്റെ ഒത്തിരി കളറുകളുണ്ട് കേട്ടോ, നല്ല രസമുള്ള ഭംഗിയുള്ള കുറെ കളറുകൾ കൊണ്ടുവന്നിരിക്കണേ. ഇതിന്റെ റെഡും പിങ്കും ഒക്കെ ഉണ്ട് കേട്ടോ, മഞ്ഞയുണ്ട്, പലതരം കളറുകളുണ്ട്. ഇത് അടിപൊളിയാണ് കൂട്ടുകാരെ, ഭയങ്കര യൂസ്ഫുൾ ആ. ഈ അടപ്പ് തുറന്നിട്ട് നമുക്ക് ഇതിങ്ങനെ ലോക്ക് ചെയ്ത് വെക്കുകയും ചെയ്യാം. ഇങ്ങനെ ഭിത്തിയിലിരിക്കുന്നത്, ഇങ്ങനെയാണ് ഭിത്തിയിലിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇത് തുറന്നിട്ട് ബ്രഷ് ഒക്കെ എടുക്കുകയും ചെയ്യാം, അതുപോലെ തന്നെ ഇതിനെ അടച്ചു വെക്കുകയും ചെയ്യാം. അപ്പൊ പല്ലിയോ പാറ്റയൊന്നും നക്കത്തൂല. അടിപൊളിയായിട്ട് ഭിത്തിയില് ഇതുപോലെ നമുക്ക് പിന്നെ ബാത്റൂമിന്റെ വാളയിലോ അല്ലെ എവിടെയാന്ന് വെച്ചാൽ അങ്ങനെ കൊളുത്തി ഇടുകയും ചെയ്യാം. അപ്പൊ ഇത് എല്ലാവരും മേടിക്കുന്നുണ്ട്. ഞാൻ കാറ്റലോഗിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതെല്ലാവരും മേടിക്കുന്നുണ്ട്. കുറെ ഓർഡർ വന്നിട്ടുണ്ട്. അതൊക്കെ ഇനിയിപ്പോ അടുത്ത ദിവസം നമുക്ക് പാക്ക് ചെയ്യാം. അപ്പം ഞാൻ ജസ്റ്റ് ഈ വീഡിയോയിൽ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ അങ്ങനത്തെ കുറച്ച് പ്രൊഡക്റ്റുകൾ ഇനി ഓരോരോ പ്രൊഡക്റ്റുകളായിട്ട് ഞാൻ പരിചയപ്പെടുത്തി തരാം ഓരോരോ വീഡിയോയില്. അപ്പൊ കൂട്ടുകാരെ, ഫൈനലി നമ്മുടെ പാക്കിംഗ് എല്ലാം ഏകദേശം കഴിഞ്ഞു. ബാക്കിയുള്ളതൊക്കെ ഇനി നാളെ കൊടുക്കാമെന്ന് ഓർക്കുവാണ്. 2 എണ്ണം നമുക്ക് പോസ്റ്റ് ഓഫീസിലേക്ക് കൊടുക്കാനുണ്ട്. ഒന്ന് നമുക്ക് എങ്ങോട്ടേക്കാം, സിംഗപ്പൂരിലേക്ക് സജിനി ആവശ്യപ്പെട്ടതുണ്ട്, അത് നമുക്ക് കൊടുക്കണം. പിന്നെ നമ്മുടെ ബിനു ജേക്കബ്, അത് മാൾട്ട എന്ന് പറയുന്ന സ്ഥലം, ഇറ്റലി അവിടെ എവിടെയാന്ന് തോന്നുന്നു അല്ലെ. അപ്പൊ അങ്ങോട്ടേക്കുള്ളത്. അപ്പൊ ഈ 2 എണ്ണം നമുക്ക് പോസ്റ്റ് ഓഫീസിലേക്ക് കൊണ്ടുപോകണം. അവിടെ അതിന് നമ്മൾ സ്പെഷ്യൽ വേറെ ഒരു പാക്കിംഗ് ആട്ടോ നമ്മൾ അങ്ങോട്ടേക്ക് വിടുന്നത്. പോസ്റ്റ് ഓഫീസ് വഴിയാണ് നമുക്ക് അയക്കാൻ പറ്റുന്നത്. അപ്പൊ അങ്ങനെ ഒത്തിരി ഓർഡറുകൾ നമുക്ക് പുറമേട്ട് വരുന്നുണ്ട് കേട്ടോ. കാനഡ, അമേരിക്ക, സിംഗപ്പൂര്, ഇതുപോലെ ഇറ്റലി, അങ്ങനെയൊക്കെ ഉള്ളിടത്തോട്ടേക്ക് എല്ലാം വരുന്നുണ്ടോ. അതെല്ലാം ലക്ഷദ്വീപിലേക്ക് മാത്രം നമുക്ക് അയക്കാൻ പറ്റത്തില്ല, അവിടെ എന്തോ സർവീസ് ഇല്ല, അങ്ങനെ എന്തോ ആണ് പ്രശ്നം. ബാക്കി എല്ലായിടത്തോട്ടും നമുക്ക് പുറമേട്ടും അയക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പൊ ഇത് രണ്ടും നമുക്ക്, പിന്നെ പോസ്റ്റ് ഓഫീസിൽ അയക്കേണ്ട എനിക്ക് വേറെ കുറച്ച് പ്രൊഡക്റ്റുകളുണ്ട്. അത് ഞാൻ പാക്ക് ചെയ്തിട്ട് പുറത്തേക്ക് മാറ്റി വെച്ചു, ഇതുമായിട്ട് മിക്സ് ആവണ്ടെന്ന് ഓർത്തിട്ട്. അങ്ങനെ പിന്നെ ഇതിൽ ഏതൊക്കെയോ പെട്ടിട്ടുണ്ട്, അതും കൂടി എടുത്തിട്ട് നമുക്ക് ഒന്നോട് ചെക്ക് ചെയ്തിട്ട് വേണം നമുക്ക് അങ്ങോട്ടേക്ക് പോസ്റ്റ് ഓഫീസിലേക്ക് അയക്കാനുള്ളതെല്ലാം മാറ്റിയിട്ട് അങ്ങോട്ടേക്ക് അയക്കണം. ബാക്കിയുള്ളതെല്ലാം ഇവിടെ നമ്മൾ റെഡി. അപ്പൊ ഇതൊക്കെ ആയിട്ട് നമ്മൾ നേരെ ഇപ്പൊ തന്നെ പോകും. ഇതൊക്കെ കൊടുത്തിട്ട് പിന്നെ എനിക്ക് കുറച്ച് കുഞ്ഞു ഷോപ്പിങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് എനിക്കിന്ന് ക്ലീനിങ് ആണ് എന്റെ പ്ലാന്. കുറച്ച് കുക്കിംഗ് ഉണ്ട്, ബാക്കി ക്ലീനിങ്. അപ്പൊ ക്ലീനിങ്ങിന് ഞാൻ അന്നേരം പറ്റിയാലെല്ലാം ഷൂട്ട് ചെയ്തിട്ട് ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ക്ലീനിങ്ങിനെ കുറിച്ച് കുറെ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയാണ്. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ പറയാം. പിന്നെ കുറേ പേരെന്നോട് പിന്നെ കുറച്ച് ഫാമിലി കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് അവർ പറഞ്ഞിട്ടുണ്ട്, അവരുടെ പേരും അഡ്രസ്സും ഒന്നും പറയാതെ നിങ്ങൾ ആ സബ്ജക്റ്റ് പറഞ്ഞോളൂ, അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ കുറച്ച് വിഷയങ്ങൾ ഞാൻ ഓർക്കുന്നുണ്ട്. എന്റെ എക്സ്പീരിയൻസും ബാക്കിയെല്ലാം ആയിട്ട് പിന്നെ കുറെ കാര്യങ്ങൾ, ഉദാഹരണ സഹിതം കുറെ കാര്യങ്ങൾ പറയണമെന്ന് ആഗ്രഹമുണ്ട്. അതൊക്കെ നമുക്ക് മുന്നോട്ടുള്ള വീഡിയോയിൽ ഉണ്ടാവും. ഇപ്പൊ ഞാൻ ഇതെല്ലാം പാക്ക് ചെയ്തിട്ട് അപ്പൊ നമ്മൾ ഇതെല്ലാം ബാഗിലേക്ക് ആക്കിയിട്ട് നേരെ പോകുവാണ്. ഇതൊക്കെയാണ് കൂട്ടുകാരെ എന്റെ ഇന്നത്തെ ഒരു ഹാഫ് ഡേ എന്ന് പറയാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. കമന്റ് വേണം, ലൈക്ക് വേണം, ഷെയർ വേണം കേട്ടോ. ആവശ്യമുള്ള പ്രൊഡക്റ്റുകളൊക്കെ മേടിക്കാൻ. ഇപ്പൊ ഞാൻ ഈ കാണിക്കുന്നത് പറയുന്നൊന്നും അല്ല, അതിലൊക്കെ ഉപരി ഒത്തിരി പ്രൊഡക്റ്റുകൾ നമ്മുടെ കാറ്റലോഗിൽ കിടപ്പുണ്ട്. നിങ്ങളൊന്ന് വന്ന് നോക്കൂ. നമ്പർ അല്ലേ മുകളിൽ കിടക്കുന്നത്. അപ്പൊ എനിക്കൊരു ഹായ് വിടൂ, ഡീറ്റെയിൽ ഒക്കെ ഞാൻ തരാം, നമുക്ക് അവിടെ സംസാരിക്കാം. അപ്പൊ മറക്കാതെ അങ്ങോട്ട് വരൂ. പിന്നെ എന്റെ റിക്വസ്റ്റ് ആണ്, ചേച്ചിമാർക്കും അനിയത്തിമാർക്കും അമ്മമാർക്കും ഒക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണം, എന്റെ നമ്പർ ഷെയർ ചെയ്ത് കൊടുക്കണം. അവരും വന്ന് കണ്ടോട്ടെ, അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മേടിച്ചോട്ടെ. അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.